നമ്മൾ ഈ ക്ലാസ്സിൽ പ്ലാൻ കിങ്ഡമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. പ്ലാൻ കിങ്ഡത്തിൻ്റെ എക്യുക് റിവിഷൻ. അപ്പോൾ നമ്മൾ RH വിറ്റേക്കറിൻ്റെ ക്ലാസിഫിക്കേഷനിലെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി അതിനകത്ത് ഒരു കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ കിങ്ഡം പ്ലാന്റ് എങ്ങനെയാണ് ഡിവിഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിനെ ആർട്ടിഫിഷ്യലി ക്ലാസിഫൈ ചെയ്തതാണ് കാരോലസ് ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. കാരോലസ് ലിനേയസ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് അദ്ദേഹം ഫ്ലോറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് 24 ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത്. അതും ആൻജിയോസ്പെർമ്സിനെയാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. ഫ്ലോറൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന്. അതേപോലെ അദ്ദേഹം ആ പ്ലാന്റ്സിന് അതിൻ്റെ ആ ക്ലാസിഫിക്കേഷൻ കിട്ടിയിട്ട് 24 ക്ലാസ്സസിനെ പ്രതിപാദിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുക്ക് സ്പീഷീസ് പ്ലാന്റാരം എന്ന് പറയുന്ന ബുക്കാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അത് ഡെവലപ്പ് ചെയ്ത ബെന്തമൻ ഹൂക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അതേപോലെ അവർ ഈ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ വെച്ച് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുകയും പ്ലാന്റ്സിനെ ജനറ പ്ലാന്റാരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ക്ലാസിഫിക്കേഷൻ ഒന്നാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ക്ലാഡിസ്റ്റിക്സ് എന്നാണ് അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എവല്യൂഷണറി ഹിസ്റ്ററിയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അതേപോലെ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത സയൻറ്റിസ്റ്റ് ഹച്ചിൻസൺ ആൻഡ് ടാക്ടാജൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ. ഹച്ചിൻസൺ ആൻഡ് ടാക്ടാജൻ. അതേപോലെ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതിന് ശേഷമാണ് ന്യൂമറിക്കൽ ടാക്സോണമി വന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റോടുകൂടി നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത്, അതായത് നമ്മൾ ഓരോ ക്യാരക്ടറിനും ചില നമ്പറും കോഡും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ക്യാരക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുപോലെ ഓർഗാനിസത്തിനെ അത് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുകയും ചെയ്തതാണ് ന്യൂമറിക്കൽ ടാക്സോണമിയിൽ പറയുന്നത്. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്ന ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ വിത്ത് ഫൈലോജനി included in that. With that the general application of computer is also included. കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഒരു സെപ്പറേറ്റ് ക്യാരക്ടർ ഒന്നും അതിനകത്ത് കൺസിഡർ ചെയ്തിട്ടില്ല. അതേപോലെ നമ്മൾ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് സൈറ്റോ ടാക്സോണമിയും കീമോ ടാക്സോണമിക്കും ഒക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ സൈറ്റോ ടാക്സോണമി എന്ന് പറയുന്ന ക്രോമസോം നമ്പറും ക്രോമസോം സ്ട്രക്ചറും ക്രോമസോമിൻ്റെ ബിഹേവിയറും അതൊക്കെ നമ്മൾ സൈറ്റോ ടാക്സോണമിയിലാണ് സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കീമോ ടാക്സോണമി എന്ന് പറയുന്നത് ദ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ പ്ലാന്റ്സിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂൻറ്റും ലൈക്ക് ബയോമോളിക്യൂൾസ് അമിനോ ആസിഡും പ്രോട്ടീനും ആൽക്കലോയിഡ്സും ഒക്കെ അതിൻ്റെ ഉള്ളിൽ പ്രസൻ്റ് ആയിട്ടുള്ള പ്രൈമറി സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കീമോ ടാക്സോണമി ചെയ്യുന്നത് കേട്ടോ. നൗ we will see which are the different divisions of this kingdom plant. Kingdom plant ആകെ 5 ഡിവിഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഡിവിഷൻ ഇറ്റ് ഈസ് താലോഫൈറ്റ. താലോഫൈറ്റയിൽ ശരിക്കും ആൽഗെ, താലോഫൈറ്റ ഇറ്റ് ഇൻക്ലൂഡ് ആൽഗെ. And next it is bryophyte, then after that the pteridophyte, then after that the gymnosperm and angiosperm. Okay, അപ്പോൾ അങ്ങനെ 5 ഡിവിഷൻസ് ആയിട്ടാണ് പ്ലാന്റ്സിനെ കിങ്ഡം പ്ലാന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 5 ഡിവിഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ആൽഗെ എന്ന് പറയുന്നത്? ആൽഗെ എന്ന് പറയുന്ന ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുന്ന യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നമ്മൾ RH വിറ്റേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ആൽഗെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്ന മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ഇനി പൊതുവായിട്ട് നമ്മൾ ആൽഗെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറുള്ള യൂണിസെല്ലുലാറോ മൾട്ടി സെല്ലുലാറോ സ്ട്രക്ചറുള്ള ക്ലോറോഫിൽ പിഗ്മെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ വോൾ ഉള്ള ഓർഗാനിസത്തിന് നമ്മൾ കിങ്ഡം പ്ലാന്റ് ദാറ്റ് ഈസ് ആൽഗയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഡു നോട്ട് ഹാവ് ട്രൂ റൂട്ട് സ്റ്റെം ലീഫ് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഒന്നുമില്ല. അവരുടെ ബോഡി എന്ന് പറയുന്നത് സിമ്പിൾ താലോയിഡ് ബോഡിയാണ് അവർക്കുള്ളത്. ഓക്കെ, അത് സാധാരണ അവർ കാണുന്നത് അക്വാറ്റിക് ഹാബിറ്റാറ്റിലാണ് കാണുക. താലോഫൈറ്റ് സാധാരണ കാണുന്നത് അക്വാറ്റിക് ഹാബിറ്റാറ്റിലാണ് കാണുക. അതേപോലെ ചിലപ്പോൾ അത് മോയിസ്റ്റ് സോൺസിലും മോയിസ്റ്റ് സോയിലും വുഡിലൊക്കെ കാണാറുണ്ട് കേട്ടോ. അതേപോലെ ചിലത് സിംബയോട്ടിക് അസോസിയേഷൻസ് ആസ് ലൈക്കനിൽ അസോസിയേറ്റ് ചെയ്ത് കാണാറുണ്ട്. പക്ഷെ ലൈക്കനിൽ അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ആൽഗ ഏതാണെന്ന് നമ്മൾ പറഞ്ഞ ബ്ലൂ ഗ്രീൻ ആൽഗയാണ് കേട്ടോ. അതേപോലെ
ആനിമൽസിന് അസോസിയേറ്റ് ആയിട്ട് കാണാറുണ്ട്. ആനിമൽസിന് അസോസിയേറ്റ് ആയിട്ട് കാണുന്ന ഒരു തരം ഗ്രീൻ ആൽഗയാണ്. അത് സ്ലോത്ത് ബിയറിന്റെ മേലെ അതിന്റെ സ്ലോത്ത് ബിയർ എന്ന് പറയുന്ന നേപ്പാളിലൊക്കെ കാണുന്ന ഒരു ഓർഗാനിസത്തിന്റെ ഫറിന്റെ മേലെ, അതായത് അതിന്റെ രോമത്തിന്റെ മേലെ വളരുന്ന ഒരു ആൽഗയാണ് ക്ലോറോഫൈസിയെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ആൽഗ. അപ്പൊ അങ്ങനെ ആനിമൽസിനോടും ഫംഗസിനോടും ഒക്കെ സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്ന തരത്തിലുള്ള ആൽഗയുണ്ട്. അതേപോലെ ദ സൈസ് ഓഫ് ദ ആൽഗെ ഇറ്റ് ഈസ് ഹൈലി വേരിയബിൾ. അവർക്ക് പലതരത്തിലുള്ള സൈസിനാണ്. ചിലപ്പോൾ അത് കൊളോണിയൽ സ്ട്രക്ചർ ആയിട്ടായിരിക്കും കാണുക. അതിനൊരു എക്സാമ്പിളാണ് വോൾവോക്സ്. ചിലപ്പോൾ അത് ഫിലമെന്റ് സ്ട്രക്ചർ ആയിട്ടായിരിക്കും കാണുക. അതിന് എക്സാമ്പിളാണ് യൂളോത്രിക്സും അതുപോലെ സ്പൈറോഗൈറയൊക്കെ. അതേപോലെ ഇത് മറൈൻ ഹാബിറ്റാറ്റിലും ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലും കാണും. മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്ന വലിയ ഒരു ആൽഗയാണ്, ഭയങ്കര മാസീവ് പ്ലാൻ ബോഡിയുള്ള 100 മീറ്റർ ഹൈറ്റിലൊക്കെ വളരുന്ന ഒരു ആൽഗയാണ് കെൽപ്പ് എന്ന് പറയുന്നത്. കെൽപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് ലാമിനേരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആൽഗയുടെ റീപ്രൊഡക്ഷൻ എടുത്താൽ, അല്ലെങ്കിൽ താലോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ എടുത്താൽ, അവർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, അതേപോലെ സെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സാധാരണ നടക്കുന്ന ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. അതേപോലെ ബൈനറി ഫിഷൻ വഴിയും അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും ഒരു വെജിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് കേട്ടോ. അതുപോലെ ഓരോ ഫ്രാഗ്മെന്റും അതിന് ഒരു പുതിയ താലസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ഓക്കേഴ്സ് ബൈ ദ ഫോർമേഷൻ ഓഫ് ദ അസെക്ഷൽ സ്പോർസ്. അസെക്ഷൽ സ്പോർസ് ലൈക്ക് സൂസ്പോർസ് മോട്ടൈൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യാറുണ്ട്. നമുക്കറിയാം അത് ബൈഫ്ലാജലേറ്റഡ് മോട്ടൈൽ സ്പോർസ് ആണ് സൂസ്പോർസ് അല്ലേ. അതേപോലെ നോൺ മോട്ടൈൽ സ്പോർസ് ആയിട്ടുള്ള എപ്ലാനോസ്പോർസും ഹിപ്നോസ്പോർസും അക്കിനീറ്റ് ആർ ഓൾസോ അസെക്ഷൽ സ്പോർസ് ആണ്. അത് അൺഫേവറബിൾ കണ്ടീഷനിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. എപ്ലാനോസ്പോർസ്, ഹിപ്നോസ്പോർസ്, അക്കിനീറ്റ്. അക്കിനീറ്റ് ഏതിൽ കാണുന്നതാണ്? സാധാരണ ഏത് തരത്തിലുള്ള ഓർഗാനിസത്തിൽ കാണുന്ന സ്പോർസ് ആണ്. വെദർ ഇറ്റ് ഈസ് സെക്ഷൽ സ്പോർസ് ഓർ അസെക്ഷൽ സ്പോർസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. അത് അസെക്ഷൽ സ്പോർസ് ആണ്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ആൽഗെ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗ്യാമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ താലോഫൈറ്റ് പഠിക്കുമ്പോൾ താലോഫൈറ്റ് ഈസ് എ ഹാപ്ലോയിഡ് ഓർഗാനിസം. അവരുടെ താലസ് പ്ലാൻ ബോഡി ഉണ്ടല്ലോ, അത് ഹാപ്ലോയിഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ താലസ് പ്ലാൻ ബോഡി, ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാൻ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ഗ്യാമീറ്റ് ഒരേപോലത്തെ ഗ്യാമീറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് നമ്മൾ ഐസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പോൾ ഐസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഓർഗാനിസംസിന് എക്സാമ്പിളാണ് യൂളോത്രിക്സും സ്പൈറോഗൈറയൊക്കെ. ഈ യൂളോത്രിക്സ് ക്ലാമിഡോമോണാസിലും കാണിക്കും കേട്ടോ. അതിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഐസോഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് യൂളോത്രിക്സ്, ക്ലാമിഡോമോണാസ്, സ്പൈറോഗൈറ. ഇതിനകത്ത് യൂളോത്രിക്സും ക്ലാമിഡോമോണാസും ഒക്കെ മോട്ടൈൽ ഫ്ലാജലേറ്റഡ് ഗ്യാമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ഐസോഗ്യാമീറ്റ്സ് ആയിരിക്കും, ഒരേപോലെ തന്നെ ഗ്യാമീറ്റ് ആയിരിക്കും. നമുക്കറിയില്ല അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നോൺ ഫ്ലാജലേറ്റഡ് നോൺ മോട്ടൈൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് സ്പൈറോഗൈറ. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. the non-motile isogametes are produced by Spirogyra കേട്ടോ. അപ്പോൾ സ്പൈറോഗൈറയും യൂളോത്രിക്സും അതുപോലെ ക്ലാമിഡോമോണാസും ഒക്കെ ഐസോഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഐസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനിലാണ് അവരിൽ കാണുക. പക്ഷേ യൂളോത്രിക്സും ക്ലാമിഡോമോണാസും ഫ്ലാജലേറ്റഡ് ഗ്യാമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ സ്പൈറോഗൈറ നോൺ ഫ്ലാജലേറ്റഡ് ഗ്യാമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ ദർ ആർ സം സ്പീഷീസ് ഓഫ് ക്ലാമിഡോമോണാസ് ആൻഡ് യുഡോറിന എന്ന് പറയുന്ന ഓർഗാനിസം അനൈസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. എന്താണ് അനൈസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ, ഒരു ഗ്യാമീറ്റ് അത് മെയിലോ ഫീമെയിലോ ഒന്ന് വലുതായിരിക്കും ഒന്ന് ചെറുതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയാം, അനൈസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൽ ചെറുത് ഫീമെയിൽ വലുത് അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയാനൊന്നും പറ്റില്ല. നമുക്ക് ജസ്റ്റ് പറയാം ഇറ്റ് ക്യാൻ ബി ഈസിലി ഡിഫറൻഷിയേറ്റഡ്. അനൈസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഓർഗാനിസം ആണ് യുഡോറിന, ക്ലാമിഡോമോണാസ്. ഇങ്ങനത്തെ ക്ലാമിഡോമോണാസിൽ തന്നെ ക്ലാമിഡോമോണാസ് നമ്മൾ ഐസോഗ്യാമസ് എന്ന് പറഞ്ഞു. ക്ലാമിഡോമോണാസ് ബ്രൗണി എന്ന് പറയുന്ന ഓർഗാനിസം ആണ് കേട്ടോ. ക്ലാമിഡോമോണാസ് ബ്രൗണി എന്ന് പറയുന്ന ഓർഗാനിസം ആണ് അനൈസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്നത്.
അതേപോലെ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്നതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അത് ഒരു ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമീറ്റ് സ്മോൾ മോട്ടൈൽ മെയിൽ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിനാണ് ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം, മെയില് മോട്ടൈലാണ്, ചെറുതാണ്, ഫീമെയില് നോൺ മോട്ടൈലാണ്, വലുതാണ് എന്ന് പറയാം. അങ്ങനത്തെ റീപ്രൊഡക്ഷനാണ് നമ്മൾ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് സാധാരണ കാണുന്ന വോൾവോക്സ്, ഫ്യൂക്കസ്, അതുപോലെ ക്ലാമിഡോമോണാസ് കോക്സിഫെറയിൽ കാണുന്നത് ഈ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്, ക്ലാമിഡോമോണാസ് കോക്സിഫെറ. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അവരെ സെക്സ് ഓർഗൻ എങ്ങനെയായിരിക്കും നോക്കാം. ആൽഗെ അല്ലെങ്കിൽ താലോഫൈറ്റിന്റെ മെയിൽ സെക്സ് ഓർഗൻ നമ്മൾ പറയുന്ന പേര് ആന്തരീഡിയം എന്നാണ്. അതുപോലെ ഫീമെയിൽ സെക്സ് ഓർഗൻ നമ്മൾ പറയുന്ന പേര് ആർക്കിഗോണിയം, ഊഗോണിയം എന്നാണ് കേട്ടോ. ആന്തരീഡിയം ആൻഡ് ഊഗോണിയം. സാധാരണ സെക്സ് ഓർഗൻ ഇൻ ആൽഗെ ഇറ്റ് വിൽ ബി യൂണിസെല്ലുലാർ സെക്സ് ഓർഗൻ ആണ് സാധാരണ ആൽഗയിൽ കാണുന്നത്. അതേപോലെ ദേ വിൽ ബി നോൺ ജാക്കറ്റഡ്, അവർക്ക് ജാക്കറ്റ് ഒന്നും കാണില്ല, അതായത് അവർക്ക് കവറിങ് ഒന്നും കാണില്ല. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ലൈക്ക് ചാര പോലത്തെ ഓർഗാനിസം. ചാര എന്ന് പറയുന്ന ഒരു ക്ലോറോഫൈസിയെ ഫാമിലിയിൽ ഗ്രൂപ്പിൽ വരുന്ന ഒരു ആൽഗയാണ്. അതിനകത്ത് മൾട്ടി സെല്ലുലാർ ആന്തരീഡിയം ഊഗോണിയാണ് ഉള്ളത്. അതിൻ്റെ ആന്തരീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ പറയുന്നതാണ് ഗ്ലോബ്യൂൾ എന്നും, അതുപോലെ ഊഗോണിയയ്ക്ക് പറയുന്ന ന്യൂക്യൂൾ എന്നുമാണ് കേട്ടോ. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാര എന്ന് പറയുന്ന ആ പ്ലാന്റിൻ്റെ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ മേൽഭാഗത്തായിട്ട്, ലീഫിൻ്റെ മേൽഭാഗത്തായിട്ടായിരിക്കും അതിൻ്റെ ന്യൂക്യൂൾ ഇരിക്കുന്നത്, അതായത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഊഗോണിയ ഇരിക്കുന്നത്. അതിൻ്റെ താഴെ ഭാഗത്തായിട്ടായിരിക്കും, അതായത് ഔട്ടർ പോർഷനിലായിട്ടായിരിക്കും എന്തിരിക്കുന്നത്, അതിൻ്റെ ആന്തരീഡിയ അല്ലെങ്കിൽ ഗ്ലോബ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇരിക്കുന്നു. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ നമുക്കറിയാം ആൽഗെ ഇറ്റ് ഈസ് ഹാപ്ലോയിഡ് ഓർഗാനിസം ആണ്. ഹാപ്ലോയിഡ് ഓർഗാനിസം എപ്പോഴും ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയായിരിക്കും. അത് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സൈഗോട്ട്, സാധാരണ സൈഗോട്ട് ഇറ്റ് വിൽ അണ്ടർഗോ ഇമ്മീഡിയറ്റ്ലി മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ അവരുടെ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഗ്യാമീറ്റ് ഫോർമേഷൻ മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് ഉണ്ടാകുന്നതെങ്കിൽ സൈഗോട്ടിക് മിയോസിസ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എംബ്രിയോ ഫോർമേഷൻ ഒന്നുമില്ല, അതായത് സൈഗോട്ട് ഡെവലപ്പ് ആയിട്ട് ഒരു സ്ട്രക്ചർ ഒന്നും ഉണ്ടാകുന്നില്ല. സൈഗോട്ടിന്റെ ഡെവലപ്മെന്റിന് മുമ്പ് തന്നെ അത് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് സ്പോർസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഓരോ സ്പോർസും ഓരോ താലസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആൽഗയിൽ സാധാരണ കാണുന്നത്, താലോഫൈറ്റിൽ സാധാരണ കാണുന്ന ഹാപ്ലോണ്ടിക് ടൈപ്പ് ഓഫ് ഓൾട്ടർനേറ്റീവ് ജനറേഷൻ ആണ്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പ്ലാന്റ്സിൽ കാണുന്നത് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഹാപ്ലോണ്ടിക് ടൈപ്പ് ഓഫ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ് സാധാരണ കാണുക. ഇനി നമുക്ക് ഈ ആൽഗയുടെയൊക്കെ യൂസസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ആൽഗെ ഇറ്റ് വിൽ ഡു ഫോട്ടോസിന്തസിസ് അല്ലേ. ഒരുപാട് ആൽഗെ കണ്ടന്റ് ഉണ്ട് ഇവിടെ അക്വാറ്റിക് ഹാബിറ്റാറ്റിലൊക്കെ. അതുകൊണ്ട് തന്നെ ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഓൺ എർത്ത് ഈസ് ക്യാരിഡ് ബൈ ലാർജ് ത്രൂ ഫോട്ടോസിന്തസിസ്. അതായത് കുറേ കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽഗെ ഫിക്സ് ചെയ്ത് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ട്. അതേപോലെ ഓക്സിജന്റെ അളവ് അതിൻ്റെ ഇമ്മീഡിയറ്റ് എൻവറോൺമെന്റിൽ ഒരുപാട് കൂട്ടാൻ ഈ ആൽഗനെ കൊണ്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ആൽഗെ ഒരു പ്രൈമറി പ്രൊഡ്യൂസർ ആണ്. ഓക്കെ, ഇനി ചില ഗ്രൂപ്പ് ആൽഗെ ലൈക്ക് പോർഫൈറ, ലാമിനേരിയ, സർഗാസം, ഇതൊക്കെ നമ്മൾ മറൈൻ ആൽഗേസ് യൂസ്ഡ് ഫോർ ഫുഡാണ് കേട്ടോ. അതിനകത്ത് ലാമിനേരിയ ഒക്കെ നല്ലൊരു അയോഡിൻ സോഴ്സ് തന്നെയാണ്. ലാമിനേരിയ ഇറ്റ് ഈസ് എ വെരി ഗുഡ് അയോഡിൻ സോഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഗോയിറ്ററിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫുഡാണ് ലാമിനേരിയ ടൈപ്പ് ഓഫ് ആൽഗെ. ഓക്കെ, പിന്നെ ചില ബ്രൗൺ ആൽഗെ ആൻഡ് റെഡ് ആൽഗെ ഇത് പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രോകൊളോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ ഉണ്ട്. അതിനകത്ത് ഈ ഹൈഡ്രോകൊളോയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഹൈഡ്രോകൊളോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രൗൺ ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൈഡ്രോകൊളോയിഡ് ആണ് ആൽജിൻ എന്ന് പറയുന്നത്. അതേപോലെ റെഡ് ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൈഡ്രോകൊളോയിഡ് ആണ് കെരാജിനിൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ആൽജിൻ എന്ന് പറയുന്നത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പാക്കേജിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതായത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ചില മെറ്റീരിയൽസ് ഡീഹൈഡ്രേഷൻ വന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽജിൻ വെച്ച് പാക്ക് ചെയ്യാറുണ്ട്. അതുപോലെ കെരാജിൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിസൾഫർ എസ്റ്റർ ആണ്, റെഡ് ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതും സാധാരണ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കെരാജിൻ അടങ്ങുന്ന
ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് അഗാർ എന്ന് പറയുന്നത്. അഗാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള റെഡ് ആൽഗയാണ് ജെലീഡിയം, ഗ്രാസിലേറിയ. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ദിസ് റെഡ് ആൽഗെ. സാധാരണ അഗാർ യൂസ് ചെയ്യാറുള്ള നമ്മുടെ മൈക്രോബയോളജി ലാബിൽ ന്യൂട്രിയൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സോളിഡ് മീഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അഗാർ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഐസ്ക്രീംസിൻ്റെ പ്രിപ്പറേഷന്, ജെല്ലി പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഗാർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ക്ലോറെല്ല പോലത്തെ ഓർഗാനിസംസ് അവർക്ക് എന്താണ് റിച്ച് ഇൻ പ്രോട്ടീൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫുഡ് സപ്ലിമെൻറ്റ് ഈവൻ ബൈ സ്പേസ് ട്രാവലേഴ്സ്. പക്ഷേ ക്ലോറെല്ല ഒരു യൂണിസെല്ലുലാർ ആൽഗയാണ് കേട്ടോ. നമ്മുടെ RS വിറ്റേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ശരിക്കും അത് എങ്ങോട്ടേക്ക് പോകും? പ്രോട്ടിസ്റ്റയിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ ആൽഗയിൽ പറഞ്ഞപ്പോൾ നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഗയിൽ തന്നെ വരുന്ന ഒരു ഓർഗാനിസം ആയതുകൊണ്ട് മാത്രം നമ്മളവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ നമുക്ക് ഈ ആൽഗേനെ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. ദാറ്റ് ഈസ് അതിൻ്റെ കളർ പിഗ്മെൻ്റ് അനുസരിച്ചും സെൽ വോളിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചും അതേപോലെ ഫുഡ് സ്റ്റോറേജ് അനുസരിച്ചുമാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദിസ് ആൽഗെ ഈസ് കളർ പിഗ്മെൻറ്റ്. കളർ പിഗ്മെൻ്റ് അനുസരിച്ചാണ് മേജർലി അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ എന്നാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. നൗ we will start the division. എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ക്ലോറോഫൈസിയെ. ക്ലോറോഫൈസിയെ എന്ന് പറയുന്നത് കോമൺലി കോൾഡ് ആസ് ഗ്രീൻ ആൽഗെ. അത് ഗ്രീൻ ആൽഗെ ആണ് ക്ലോറോഫൈസിയെ എന്ന് പറയുന്നത്. അതാണ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൽഗെ കേട്ടോ. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൽഗെ ഗ്രീൻ ആൽഗയാണ്. ഇത് യൂണിസെല്ലുലാർ ഫോമിൽ കാണാം, കൊളോണിയൽ ഫോമിൽ കാണാം, ഫിലമെന്റസ് ഫോമിൽ കാണാം. ഇനി ഇതിനൊക്കെ എക്സാമ്പിൾ ഓർത്തിരുന്നോളും. യൂണിസെല്ലുലാർ ഫോമിൽ കാണുന്ന ഒരു ഗ്രീൻ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസ് ഒരു മോട്ടൈൽ യൂണിസെല്ലുലാർ ആൽഗയാണ്. ഇറ്റ് വിൽ മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലാജെല്ല. അതുപോലെ ക്ലോറെല്ല ഒരു നോൺ മോട്ടൈൽ യൂണിസെല്ലുലാർ ആൽഗയാണ്. നമ്മൾ കാൽവിൻ സൈക്കിളൊക്കെ പഠിച്ചത് ഈ ക്ലോറെല്ലിനെ വെച്ചിട്ടാണ്, ഈ ആൽഗേനെ വെച്ചിട്ടാണ് നമ്മൾ കാൽവിൻ സൈക്കിളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അസറ്റാബുലേറിയ എന്ന് പറയുന്ന ഒരു അംബ്രല ഷേപ്പ് ആൽഗയാണ്. അത് ഏറ്റവും വലിയ സെല്ല്, ഏറ്റവും പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആണ് അസറ്റാബുലേറിയ എന്ന് പറയുന്നത്. അതിന് ഏകദേശം 10 സെന്റിമീറ്ററോളം ഡയമീറ്റർ ഉണ്ട് ഈ അസറ്റാബുലേറിയയ്ക്ക്. ഈവൻ ദോ ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം, വി ക്യാൻ സീ ദിസ് ഓർഗാനിസം വിത്ത് നേക്കഡ് ഐ. അതേപോലെ ഈ ഓർഗാനിസത്തിൽ കാണുന്ന കളർ പിഗ്മെന്റ്സ് ക്ലോറോഫിൽ എയും ബിയും ആണ് ക്ലോറോഫൈസിയയിൽ കാണുന്ന കളർ പിഗ്മെന്റ്സ്. അതിൻ്റെ സ്റ്റോർഡ് ഫുഡ് വന്നിട്ട് സ്റ്റാർച്ച് ആണ് കേട്ടോ. അതിൻ്റെ സ്റ്റോർഡ് ഫുഡ് വന്നിട്ട് സ്റ്റാർച്ച് ആണ്. അതിൻ്റെ സെൽ വോള് കമ്പോസ് ചെയ്തിട്ടുള്ള സെല്ലുലോസ് കൊണ്ടാണ്. അതുപോലെ ഫ്ലാജെല്ല, അതിന് ഫ്ലാജെല്ല ഉണ്ട്. ഫ്ലാജെല്ല അത് കമ്പോസ് ചെയ്തിട്ടുള്ള 4 to 8 ഈക്വൽ എപ്പിക്കൽ ഫ്ലാജെല്ലാസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്. 2 to 8 ഈക്വൽ എപ്പിക്കൽ ഫ്ലാജെല്ലാസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്. അതേപോലെ ഈ ഓർഗാനിസംസ് കാണുന്ന ഫ്രഷ് വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്താ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനാണ് കേട്ടോ. അങ്ങനത്തെ ഹാബിറ്റാറ്റിലൊക്കെ നമുക്ക് ഈ ഓർഗാനിസത്തിനെ കാണാൻ കിട്ടും. അതേപോലെ നമുക്കറിയാം ഇതിൻ്റെ ക്ലോറോഫിൽ കണ്ടന്റ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റ് പല ഷേപ്പിൽ കാണാറുണ്ട് ക്ലോറോഫൈസിയയിൽ. ചിലപ്പോൾ ഡിസ്കോയിഡ് ഷേപ്പിലായിരിക്കും കാണാം. ഡിസ്കോയിഡ് ഷേപ്പിൽ കാണുന്നത് ക്ലാഡോഫോറ പോലത്തെ, ക്ലാഡോഫോറ എന്ന് പറയുന്ന ഓർഗാനിസം, അതായത് ഗ്രീൻ ആൽഗയിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ക്ലാഡോഫോറ. അതിനകത്ത് നമുക്ക് ഡിസ്കോയിഡ് ഷേപ്പിലായിരിക്കും ക്ലോറോപ്ലാസ്റ്റിനെ കാണാൻ കിട്ടുക. അതുപോലെ പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചറിലായിരിക്കും പിന്നുലേറിയ എന്ന് പറയുന്ന ക്ലോറോഫൈസിയയിൽ ഈ ക്ലോറോപ്ലാസ്റ്റിനെ കാണാൻ കിട്ടുക. റെറ്റിക്കുലേറ്റ് ഷേപ്പ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് ഒയിഡോഗോണിയം എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരിക്കും. ഒയിഡോഗോണിയം. Cup shaped chloroplast is present in chlorella. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Cup shaped chloroplast is the characteristic feature of chlorella. Spiral or ribbon shaped chloroplast it is present in Spirogyra. ഓക്കെ, അങ്ങനത്തെ കുറേ, അതായത് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഇതിനകത്ത് വേരി ചെയ്യുന്നുണ്ടാവും. അതുപോലെ സ്റ്റോറേജ് ബോഡീസ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പൈറിനോയിഡിൻ്റെ ഉള്ളിലാണ്. നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ മേജർ ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. പക്ഷെ അതിൻ്റെ പൈറിനോയിഡിൻ്റെ ഉള്ളിൽ പ്രോട്ടീനേഷ്യസ് കോറും സ്റ്റാർച്ച് ഷീത്തുമാണ് ഉള്ളത്. അതിൻ്റെ ഏറ്റവും സെന്ററിൽ പ്രോട്ടീനും അതിൻ്റെ പുറത്തായിട്ട് സ്റ്റാർച്ചുമാണ് കാണാം. അത് ഈ പൈറിനോയിഡ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റിലാണ് കേട്ടോ.
പിന്നെ ചില ആൽഗെ ദേ വിൽ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടും അവർ ഫുഡ് സ്റ്റോർ ചെയ്യും. അതുപോലെ അവർ സെൽ വോൾ വന്നിട്ട് സെല്ലുലോസും അതുപോലെ പെക്ടോസും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ അവർ റീപ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ അണ്ടർഗോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർ ഫോർമേഷൻ ഇതിൽ കാണാറുണ്ട്. മേജർലി അവരുടെ ബോഡിയിൽ കാണുന്ന സ്പോർസ് എന്ന് പറയുന്നത് സൂ സ്പൊറാഞ്ചിയയിൽ ഉണ്ടാകുന്ന സൂ സ്പോർസ് ആണ്. അത് ഫ്ലാജലേറ്റഡ് ആയിരിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ഷോ കൺസിഡറബിൾ വേരിയേഷൻ ഇൻ ദ ടൈപ്പ് ഓഫ് ഫോർമേഷൻ ഓഫ് സെക്സ് സെൽസ് ആൻഡ് ഇറ്റ് മേ ബി അവർ ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നതാണ്. അതുപോലെ സം എക്സാമ്പിൾസ് ഫോർ ദിസ് വൺ ഈസ് ക്ലാമിഡോമോണാസ്, വോൾവോക്സ്. ക്ലാമിഡോമോണാസ് വന്നിട്ട് സിംഗിൾ സെല്ലുലാർ ആണ്. വോൾവോക്സ് വന്നിട്ട് കൊളോണിയലാണ്. യുളോത്രിക്സ്, സ്പൈറോഗൈറ ഇത് രണ്ടും എങ്ങനെയാണ് ഫിലമെന്റസ് ആണ്. ആൻഡ് ചാര ഈസ് ദ കോംപ്ലിക്കേറ്റഡ് ക്ലോറോഫൈസി. ഇനി നമ്മൾ പറഞ്ഞു ക്ലോറെല്ല, സ്പൈറുലിന ഇതൊക്കെ പ്രോട്ടീൻ സോഴ്സ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറെ യൂസ് എന്താണെന്ന് വെച്ചാൽ ക്ലോറെല്ലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ക്ലോറെല്ലയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് യൂസ് ചെയ്യുന്ന ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുടെ എൻഹാൻസ്മെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ് ക്ലോറെല്ലിൻ എന്ന് പറയുന്നത്. അതേപോലെ സ്പേസ് ട്രാവലേഴ്സ് ക്ലോറെല്ല യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ ഫുഡ് സോഴ്സ് ആയിട്ടാണ്. അതേപോലെ ഒരു പാരസൈറ്റിക് ക്ലോറോഫൈസി ഉണ്ട്. പാരസൈറ്റിക് ക്ലോറോഫൈസിയക്ക് എക്സാമ്പിളാണ് സെഫാലൂറോസ് എന്ന് പറയുന്നത് കേട്ടോ. സെഫാലൂറോസ് ഈസ് എ പാരസൈറ്റിക് ക്ലോറോഫൈസി. ഈ സെഫാലൂറോസ് എന്ന് പറയുന്ന സാധനം എവിടെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഈ പേരയ്ക്കൊക്കെ കിട്ടുമ്പോൾ അതിനകത്തൊരു ചെറിയ ബ്ലാക്ക് കളർ സ്പോട്ട് പോലെ ഒരു സാധനം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കേട് പിടിച്ച പോലെ ഇരിക്കും. അത് സെഫാലൂറോസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ്. അതേപോലെ വോൾവോക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വോൾവോക്സ് കൊളോണിയൽ ടൈപ്പ് ഓഫ് ആൽഗയാണ്. ആ കോളനിയിൽ എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സീനോബിയം കോളനി ആയിരിക്കും. എപ്പോഴും ആ കോളനി ഉണ്ടാക്കുന്ന ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സെൽസ് വെച്ചിട്ടാണ് അതിൻ്റെ കോളനി ഉണ്ടാക്കുന്നത്. അതേപോലെ അതിൻ്റെ അകത്ത് ഓരോ സെല്ലും, ആ സീനോബിയത്തിലെ ഓരോ സെല്ലിനും രണ്ട് ഫ്ലാജെല്ലാസ് വീതവും ഉണ്ടാവും കേട്ടോ. അതുപോലെ ഫിലമെന്റസ് യുളോത്രിക്സ് എന്ന് പറയുന്ന വേറൊരു പേരാണ് പോണ്ട് വീഡ് എന്നാണ് ഫിലമെന്റസ് യുളോത്രിക്സ് എന്ന് പറയുന്ന ഒരു പേര്. സ്പൈറോഗൈറയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് പോണ്ട് സിൽക്ക്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ക്ലോറോഫൈസി. ഇനി നമുക്ക് ഫിയോഫൈസി എന്താന്ന് നോക്കാം. ഫിയോഫൈസിയെ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബ്രൗൺ ആൽഗെ ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സീവീഡ്. ബ്രൗൺ ആൽഗെ അല്ലെങ്കിൽ സീവീഡ് എന്ന് പറയുന്നത് ഫിയോഫൈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് കോമൺലി പറയുന്നത് എന്താണ്? ബ്രൗൺ ആൽഗെ അല്ലേ. അപ്പോൾ അതിൻ്റെ കളർ പിഗ്മെന്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന കളർ പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എയും സിയും അതുപോലെ ഫ്യൂക്കോസാന്തിനുമാണ് അതിൻ്റെ കളർ പിഗ്മെന്റ്. ഇതിനകത്ത് ഈ ഫ്യൂക്കോസാന്തിൻ്റെ കളർ കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് അതിൻ്റെ ബ്രൗണി ഷെയ്ഡ് കൂടിയും കുറഞ്ഞിരിക്കും. ഇത് സാധാരണ കാണുന്നത് മറൈൻ ഹാബിറ്റാറ്റിലാണ്. അതിനകത്ത് അതിൻ്റെ സൈസിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവാം. അത് ചിലപ്പോൾ സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ഫോം ആയിരിക്കും. സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ഫോമിന് എക്സാമ്പിളാണ് എക്ടോകാർപ്പസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ഫോം ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് കെൽപ്പ് എന്ന് പറയുന്നത്. അതൊരു 100 മീറ്ററോളം ഉയരത്തിൽ വളരുന്നു നമ്മൾ പറഞ്ഞു. അതിന് കെൽപ്പിനൊരു എക്സാമ്പിളാണ് ലാമിനേറിയ. അതേപോലെ ഇത് നമ്മൾ പറഞ്ഞു സാന്തോഫിൽ കണ്ടന്റിൻ്റെ അല്ലെങ്കിൽ ഫ്യൂക്കോസാന്തിൻ്റെ അളവനുസരിച്ച് അത് ഒലിവ് ഗ്രീൻ മുതൽ ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡ് വരെ കാണിക്കും. അതുപോലെ ഫുഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഇൻ ദ ഫോം ഓഫ് മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ ആ ഫോമിലാണ് അതിൻ്റെ ഉള്ളിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേജർ ഫുഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ഈ ലാമിനാരിൻ, മാനിറ്റോൾ എന്നൊക്കെ പറയുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിൻ്റെ വെജിറ്റേറ്റീവ് സെൽ ഇറ്റ് ഹാസ് എ സെല്ലുലോസിക് സെൽ വോൾ യൂഷ്വലി കവേർഡ് ഔട്ട്സൈഡ് ബൈ എ ജെലാറ്റിനസ് കോട്ടിംഗ് കോൾഡ് ആസ് ആൽജിൻ. നമ്മൾ പറഞ്ഞു ബ്രൗൺ ആൽഗയിൽ കാണുന്ന ജെലാറ്റിനസ് കോട്ടിംഗ് ഹൈഡ്രോകൊളോയിഡൽ സബ്സ്റ്റൻസ് എന്താണ്? ആൽജിനാണ്. അതേപോലെ അതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റിൽ പ്ലാസ്റ്റിഡിൻ്റെ ഒപ്പം സെൻട്രലി ലൊക്കേറ്റഡ് വാക്യൂളും അതുപോലെ ന്യൂക്ലിയസും ഒക്കെ കാണാൻ പറ്റും. അതിന് ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ട് സ്ട്രക്ചർ ഉണ്ട്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേര് പോലത്തെ ഒരു സ്ട്രക്ചർ, അത് അതിൻ്റെ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ അതിന് അതിൻ്റെ മേലെ ഒരു ഇല പോലത്തെ ഒരു സ്ട്രക്ചർ വരാൻ വേണ്ടിയിട്ട് നീണ്ട് തണ്ട് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിന് നമ്മൾ സ്റ്റൈപ്പ് എന്ന് പറയാം. അതിൻ്റെ മേലെയാണ് ഫ്രണ്ട് എന്ന് പറയുന്ന പോർഷൻ. ആ ഫ്രണ്ട് എന്ന് പറയുന്ന പോർഷനിലാണ് ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നതും
അവിടെ അവർ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് കേട്ടോ. വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ നടക്കുന്ന ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്ന സൂസ്പോഴ്സ് വഴിയാണ്. അതുപോലെ അവർക്ക് രണ്ട് അൺഈക്വലി ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലാജെല്ലാസ് ആണ് ഉള്ളത്. 2 അൺഈക്വലി ലാറ്ററൽ അറ്റാച്ച്ഡ് ഫ്ലാജെല്ലാസ് ആർ പ്രസന്റ് ഇൻ ദിസ്. അവർ കാണുന്ന സാധാരണ ഫ്രഷ് വാട്ടറിലും റെയർലി ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടറിലും കാണും. പ്രൈമർലി ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സോൾട്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ അവരെ സെൽ വാൾ എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടില്ല? സെല്ലുലോസും ആൽജിനും. അതുപോലെ അതിൻ്റെ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് വന്നിട്ട് ക്ലോറോഫിൽ AC ഫ്യൂക്കോസാന്തിനാണ് കേട്ടോ. സോ ഇനി സെക്ഷൽ റിപ്രൊഡക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഉണ്ട് ഐസോഗ്യാമസ് ആൻഡ് ഐസോഗ്യാമസ് ആൻഡ് ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഈസ് ഷോൺ ബൈ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അതേപോലെ ഊഗോണിയത്തിൻ്റെ ഉള്ളിലാണ് അവിടെ ഗ്യാമീറ്റ് ഫ്യൂഷൻ നടക്കുന്നത്. ഈ ഓർഗാനിസത്തിലെ ഈ ഗ്രൂപ്പ് ആൽഗയുടെ എക്സാമ്പിൾസ് വന്നിട്ട് എക്ടോകാർപ്പസ്, ഡിക്ടിയോട്ട, ലാമിനേറിയ, സർഗാസം ആൻഡ് ഫ്യൂക്കസ് ആണ് കേട്ടോ. ഇനി കുറച്ച് നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട 2-3 പോയിന്റ്സ് ഉണ്ട്. സീ ഹിയർ, ഈ വലിയ ആൽഗ ഉണ്ടല്ലോ, അതായത് വലിയ ആൽഗ എന്ന് പറയുന്നത് കെൽപ്പ് പോലത്തെ 100 മീറ്റർ നീളത്തിലൊക്കെ വളരുന്ന ആൽഗയിൽ ഫുഡ് കണ്ടക്ഷനും അതുപോലെ വാട്ടർ കണ്ടക്ഷനും ഒക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫ്ലോയം സീവ് ട്യൂബ് പോലത്തെ സ്ട്രക്ചറൊക്കെ അവരുടെ സ്റ്റൈപ്പിൽ കൂടെ പോകുന്നുണ്ട്. അതൊന്നും ഓർത്തിരുന്നോളണം. പിന്നെ എക്ടോകാർപ്പസിലും കെൽപ്പിലും ഒക്കെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. എന്ന് പറഞ്ഞാൽ അവരെ മേജർ പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആണ്. സൈഗോട്ട് ഫോം ചെയ്തതിന് ശേഷം കുറച്ചൊരു ഡെവലപ്മെന്റൽ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ സ്പോർ ഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കും. അതുപോലെ ഫ്യൂക്കസ് അതൊരു ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ഒരു ഓർഗാനിസം ആണ്. പിന്നെ ലാമിനേറിയയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് ഡെവിൾസ് ഏപ്രൺ. സർഗാസത്തിന് പറയുന്ന വേറൊരു പേരാണ് ഗൾഫ് വീഡ്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ഓൾട്ടർനേറ്റീവ് നെയിംസ് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പ് ആൽഗെ പഠിക്കാം. ദാറ്റ് ഈസ് റോഡോഫൈസിയ. ഇറ്റ് ഈസ് ഏൻഷ്യൻ്റ് ആൽഗയാണ്. അതൊരു ഏൻഷ്യൻ്റ് പണ്ടുകാലം മുതലേ കാണുന്ന ഒരു ആൽഗയാണ്. അതിന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് നെയിമാണ് റെഡ് ആൽഗെ. അതിന് എക്സാമ്പിൾ വന്നിട്ട് പോളിസിഫോണിയ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദിസ്. അതുപോലെ റോഡോഫൈസിയ ഇറ്റ് ഈസ് അതിൽ കാണുന്ന പ്രിഡോമിനന്റ് പിഗ്മെന്റ് എന്ന് പറയുന്ന ഫൈക്കോ എറിത്രിൻ ആണ്. ഈ ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കൊണ്ടാണ് അതിന് റെഡ് കളർ ഉണ്ടാകുന്നത് തന്നെ. അത് മെജോറിറ്റി ഓഫ് ദീസ് ആർ പ്രസന്റ് ഇൻ റെഡ് ആൽഗെ. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ മറൈൻ വിത്ത് ഗ്രേറ്റ് കോൺസെൻട്രേഷൻ ഫൗണ്ട് ഇൻ ദ വാമർ ഏരിയാസ്. വാം ഏരിയയിൽ ആണ് സാധാരണ കൂടുതലായിട്ട് കാണുക. അതുപോലെ മറൈൻ ഹാബിറ്റാറ്റിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ കാണാം. ഇത് ഒരുപാട് ലൈറ്റ് ഉള്ള ഏരിയയിൽ സർഫസിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇൻ ഡെപ്ത് ഓഷ്യനിൽ കാണുന്നതും ഈ പറയുന്ന റെഡ് ആൽഗെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഡ് ലൈറ്റിന് ഒരുപാട് ആഴത്തിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവുണ്ട് ഉള്ളത് കൊണ്ടാണ് റെഡ് ആൽഗെ നമ്മൾ ഒരുപാട് ഡീപ്പ് ഓഷ്യനിൽ കാണാനുള്ള കാരണം കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു എക്സെപ്ഷൻ പറഞ്ഞാൽ, അതായത് മറൈൻ ഹാബിറ്റാറ്റിലെ സാധാരണ കാണുന്നതെന്ന് പറഞ്ഞല്ലോ, ആ മറൈൻ ഹാബിറ്റാറ്റിലെ കാണുന്നതിന് ഒരു എക്സെപ്ഷനാണ് ബെട്രാക്കോസ്പെർമം എന്ന് പറയുന്ന റെഡ് ആൽഗെ സാധാരണ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലാണ് കാണുന്നത്. അതുപോലെ പോർഫൈറീഡിയ ഒരു യൂണിസെല്ലുലാർ ആൽഗയാണ്. അത് ഫൗണ്ട് ഇൻ സോയിൽ, ലാൻഡിൽ കാണുന്ന ഒരു റെഡ് ആൽഗയാണ് പോർഫൈറീഡിയ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയാൽ ഈ റെഡ് ആൽഗെ ഇൻ ഡെപ്ത് ഓഫ് സീയിലേക്ക് പോകുന്തോറും അതിൻ്റെ കളറ് ചേഞ്ചായി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ആ ഒരു എഫക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഗൗഡിക്കോവ്സ് എഫക്റ്റ്. GAUDICKOV'(S) ഗൗഡിക്കോവ്സ് എഫക്റ്റ്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു റെഡ് ആൽഗെ ഏറ്റവും സമുദ്രത്തിന്റെ അടിത്തട്ടിലും ജീവിക്കാൻ കഴിവുള്ളതാണ് റെഡ് ആൽഗെ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതിന്റെ പെനിട്രേഷൻ, അത് ലൈറ്റിന്റെ പെനിട്രേഷൻ നടക്കുമ്പോൾ ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ക്ലോറോഫിൽ പിഗ്മെന്റ് അവർക്ക് മോഡിഫൈ ആയിട്ട് അതനുസരിച്ചായിരിക്കും ഏത് ഡെപ്തിലാണോ കാണുന്നത് അതനുസരിച്ചായിരിക്കും അത് അവരെ കളർ ചേഞ്ച് കാണുക. അതിനെയാണ് നമ്മൾ ഗോഡിക്കോസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗോഡിക്കോസ് എഫക്റ്റ് കാണിക്കുന്ന ഓർഗാനിസം ഏതാന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഈ
റെഡ് ആൽഗെ എപ്പോഴും നോൺ മോട്ടൈൽ ഓർഗാനിസംസ് ആണ്. അവർക്ക് എപ്പോഴും എന്താണ് പറയുക, മോട്ടിലിറ്റി ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ മോട്ടിലിറ്റി ഇല്ലാത്ത വേറൊരു ഓർഗാനിസം ആണ് കേട്ടോ ബ്ലൂ ഗ്രീൻ ആൽഗെ. ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്കും ഒട്ടും മോട്ടിലിറ്റി ഇല്ലാത്ത ഓർഗാനിസം ആണ്. അവരെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന ഫുഡ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ഫോമിലാണ് ബോഡിയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അവരെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുലോസും പെക്റ്റിനും പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ആസ് കെരാജിൻ പോലത്തെ പോളിസൾഫേറ്റ് എസ്റ്റേഴ്സും കൊണ്ടാണ് അവർ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്ക് റീപ്രൊഡക്ഷൻ നടക്കുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ആണ്. നോൺ മോട്ടൈൽ സ്പോർസ് ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്ഷലി ബൈ നോൺ മോട്ടൈൽ ഗ്യാമീറ്റ്സ് ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഫോർ ദ റീപ്രൊഡക്ഷൻ. നമുക്ക് ഈ റെഡ് ആൽഗെ പറയുമ്പോൾ തന്നെ ഓർത്തിരുന്നോളൂ, they will not be having motility for even its gametes and the real cells. Okay. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് സാധാരണ കാണുക. അതുപോലെ അതിൻ്റെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസ് മറ്റേ എല്ലാ ഗ്രൂപ്പിലുള്ള ഓർഗാനിസത്തിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റെല്ലാ ഗ്രൂപ്പിലുള്ള ആൽഗേനെ അപേക്ഷിച്ച് കുറച്ച് കോംപ്ലക്സിറ്റി കൂടിയതായിരിക്കും. അതിൻ്റെ കോമൺ മെമ്പേഴ്സ് എന്ന് പറയുന്ന പോളിസിഫോണിയ, പോർഫൈറ, ഗ്രേസിലേറിയ, ജെലീഡിയം, ഇതൊക്കെയാണ് അതിന് കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പ്രസന്റ് ഇൻ ദിസ് ഈസ് സ്പെർമാറ്റാഞ്ചിയ. അതിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് കാർപ്പോഗോണിയ എന്നാ പറയാ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർപ്പോഗോണിയ ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അത് റെഡ് ആൽഗയിൽ കാണുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്പെർമാറ്റാഞ്ചിയ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് കാർപ്പോഗോണിയ. ഈ റോഡോഫൈസി ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സ് കംപ്ലീറ്റ് നോൺ മോട്ടൈലാണ്. അവരെ ഗ്യാമീറ്റ്സും എല്ലാം നോൺ മോട്ടൈലാണ് കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ താലോഫൈറ്റ. താലോഫൈറ്റയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ് ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്രയോഫൈറ്റ് നോക്കാം. പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന നെക്സ്റ്റ് ഡിവിഷനാണ് ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന, അതായത് ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ് കേട്ടോ. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പും മോസസും ലിവർവേർട്ടും ആണ്. അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ബ്രയോഫൈറ്റിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രയോഫൈറ്റ്സിന് വളരണമെങ്കിൽ വാട്ടർ മീഡിയം ലാൻഡും കമ്പൽസറിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വാട്ടർ മീഡിയം ഇല്ലാതെ ദർ വിൽ നോട്ട് ബി എനി റീപ്രൊഡക്ഷൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവർക്ക് ട്രൂ റൂട്ടും സ്റ്റെമ്മും ലീഫും ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ വാട്ടർ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ചില പാരൻ കൈമാറ്റ സെൽസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ മേജർ പ്ലാന്റ് ബോഡി ആസ് ഗ്യാമീറ്റോഫൈറ്റ് പോലത്തെ അവരുടെ പ്ലാന്റ് ബോഡി കൂടെ ഉള്ള പാരൻ കൈമ സെൽസ് വഴിയുള്ള വാട്ടർ കണ്ടക്ഷനാണ് അവർക്ക് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, വെള്ളം വലിച്ചെടുത്ത് അതിൻ്റെ ലീഫ് പോലത്തെ ആ സ്ട്രക്ചറിലേക്ക് വിടാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് വെള്ളം ഉള്ള ഏരിയയിൽ അല്ലെങ്കിൽ മോയിസ്റ്റ് കണ്ടീഷനിൽ മാത്രമേ അതിന് വളരാൻ പറ്റുള്ളൂ. പിന്നെ റീപ്രൊഡക്ഷൻ്റെ കേസിൽ അതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് വാട്ടർ മീഡിയം. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൽ ഗ്യാമീറ്റിന് ഫീമെയിൽ ഗ്യാമീറ്റിൻ്റെ അടുത്തേക്ക് നീന്തി ചെന്നിട്ട് വേണം അവിടെ റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സേ ബ്രയോഫൈറ്റ് ഇറ്റ് ഈസ് ദ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. അതേപോലെ സാധാരണ അത് കാണുന്നത് ഡാംപ്, ഹ്യൂമിഡ്, ഷെയ്ഡഡ് ലൊക്കാലിറ്റീസിലൊക്കെ ആയിരിക്കും അത് സാധാരണ കാണുന്നത്. അതേപോലെ ഈ ബ്രയോഫൈറ്റ് പ്ലാന്റിൻ്റെ സക്സഷന് വേണ്ടിയിട്ട്, അതായത് ബെയർ റോക്സ് ഓർ സോയിൽ, അവിടെ പ്ലാന്റ് സക്സഷന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പറയുന്ന ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റിൽ മോസസ് ആണ് അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ഒരു ബെയർ റോക്കിൽ അല്ലെങ്കിൽ ഒന്നും വളരാത്ത ഒരു തരിശ് നിലത്ത് ആദ്യം ഒരു പ്ലാന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, കുറച്ച് സോയിലൊക്കെ ഫോം ചെയ്യണം. അപ്പോൾ ഈ റോക്കിൻ്റെ മേലെ, പാറയുടെയൊക്കെ പുറത്ത് നമുക്ക് ലൈക്കൻ വളരുന്ന കാണാം. ലൈക്കൻ ഒരു പ്രത്യേകതയുണ്ട്, കുറച്ച് ആസിഡിക് ആയിട്ടുള്ള കുറേ സെക്രീഷൻസ് ഉണ്ട്. ഈ ആസിഡിക് സെക്രീഷൻസ് വന്നിട്ട് റോക്കിനെ മിനറലൈസ് ചെയ്യുകയും കുറച്ച് സോയിലൊക്കെ അവിടെ ഉണ്ടാക്കുന്നതും കാണാം. അപ്പോൾ ഈ സോയിലിനെ വെച്ചിട്ട് സാധാരണ അതിൻ്റെ മേലെ പിന്നെ ആദ്യം ഫോം ചെയ്യുന്നത് ഈ പറയുന്ന മോസസ് പോലത്തെ പ്ലാന്റ്സ് ആണ്. അപ്പം മോസസും കൂടെ വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ ആ എന്താണ് പറയുക, ഒരുതരം സക്സഷൻ, അതായത് അടുത്ത ലെവലിലേക്കുള്ള പ്ലാന്റ്സിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ ഈസി ആയിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബ്രയോഫൈറ്റ് it has an important role in succession on bare rock or soil എന്ന് നമുക്ക് പറയാം. അത് താലോഫൈറ്റിനേക്കാൾ കൂടുതൽ അതിൻ്റെ ബോഡീനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇറക്റ്റ് പ്രോസ്റ്റേറ്റ് ഓർ ഇറക്റ്റ് സ്ട്രക്ചർ ഇറ്റ് വിൽ ബി പ്രസൻറ്റ്. ആ ഇറക്റ്റ് സ്ട്രക്ചർ നമ്മൾ പ്രോട്ടോനീമ എന്നാണ് പറയാം. അതായത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ട്രൂ റൂട്ടും സ്റ്റെമ്മും ലീഫും ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഒരു റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതുപോലെ അവർക്കൊരു ഇറക്റ്റ് പ്ലാന്റ് ബോഡി ഉണ്ടാവും. അതായത് നിലത്തുനിന്ന് ഇങ്ങനെ പൊന്തി വളരുന്ന
വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അവർക്ക് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന റൈസോയിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രൂ റൂട്ടൊന്നും അല്ല. അത് ഒന്നുപോലെ യൂണിസെല്ലുലാർ ആയിരിക്കാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കാം. അപ്പോൾ മോസസിൻ്റെയൊക്കെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൾട്ടി സെല്ലുലാർ ആയിരിക്കും. പക്ഷേ ലിവർ വേർട്ടിൻ്റെയൊക്കെ കേസിൽ അത് യൂണിസെല്ലുലാർ ആയിരിക്കും. അതേപോലെ സ്റ്റെമ്മ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ലീവ്സ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും അതിന്. ഓക്കെ, അപ്പോൾ മെയിൻ പ്ലാൻ ബോഡി ഓഫ് ദിസ് ബ്രയോഫൈറ്റ് എനിവേ അത് ഹാപ്ലോയിഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണ്? മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മേജർ പ്ലാൻ ബോഡി ഗ്യാമീറ്റോഫൈറ്റിക് ആണെന്ന് പറയാം. സെക്സ് ഓർഗൻസ് വന്നിട്ട് താലോഫൈറ്റിനെ പോലെയല്ല. അവർക്ക് ശരിക്കും സെക്സ് ഓർഗൻസ് വന്നിട്ട് മൾട്ടി സെല്ലുലാർ സെക്സ് ഓർഗൻസ് ആണ്. മൾട്ടി സെല്ലുലാർ സെക്സ് ഓർഗൻസ് വിച്ച് ഈസ് ജാക്കറ്റഡ് സെക്സ് ഓർഗൻ ആണ്. അവിടെ മെയിൽ സെക്സ് ഓർഗന് പറയുന്ന പേര് ആന്തരീഡിയം എന്നും ഫീമെയിൽ സെക്സ് ഓർഗന് പറയുന്ന പേര് ആർക്കിഗോണിയം എന്നുമാണ്. ഓക്കെ, അത് ഈ ആന്തരീഡിയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈഫ്ലാജലേറ്റഡ് ആന്ത്രോസോയിഡ്സ് ആണ്. അവരെല്ലാം മോട്ടയിലായിരിക്കും. അത് സ്വിം ചെയ്തിട്ടാണ് ആർക്കിഗോണിയത്തിലിരിക്കുന്ന ഫീമെയിൽ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുക. ഈ ആർക്കിഗോണിയം ഒരു ഫ്ലാസ്ക് ഷേപ്പിലായിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? എഗ് ഉണ്ടാവുക. ഓക്കെ, ആന്ത്രോസോയിഡ്സ് സാധാരണ വെള്ളത്തിലേക്ക് ലിബറേറ്റ് ചെയ്യും. അത് ആർക്കിഗോണിയത്തിലെത്തി സൂയിഡോഗ്യാമി വഴിയാണ് അത് ആർക്കിഗോണിയത്തിലെത്തുക. എന്താ സൂയിഡോഗ്യാമി എന്ന് ചോദിച്ചാൽ മോട്ടൈലായിട്ടുള്ള ആന്ത്രോസോയിഡ്സ് അല്ലെങ്കിൽ മെയിൽ ഗ്യാമീറ്റ് സ്വിം ചെയ്തിട്ടാണ് ആർക്കിഗോണിയത്തിലെത്തുക. അവിടെ ആർക്കിഗോണിയത്തിലെത്തിയിട്ട് ഈ ആന്ത്രോസോയിഡ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായിട്ട് മാറും. പക്ഷേ ഇവിടെ സൈഗോട്ട് പെട്ടെന്ന് മിയോട്ടിക് ഡിവിഷൻ നടക്കല്ല ചെയ്യുക. ദേ വിൽ അണ്ടർഗോ ഡെവലപ്മെന്റ് ആസ് എൻ എംബ്രിയോ. അപ്പോൾ എംബ്രിയോ ഫോർമേഷൻ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന പ്ലാന്റ്സിൽ ബ്രയോഫൈറ്റയിലാണ് കേട്ടോ. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ സൈഗോട്ട് ഡെവലപ്പ് ആയിട്ട് ഒരു സ്പോറോഫൈറ്റ് പോലത്തെ ഒരു പ്ലാൻ ബോഡി ഉണ്ടാക്കും. ഈ സ്പോറോഫൈറ്റ് ഉണ്ടാകുന്ന എന്തിൻ്റെ ഉള്ളിലാണ്? അതിൻ്റെ ആർക്കിഗോണിയയുടെ ഉള്ളിലാണ് സ്പോറോഫൈറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് ആ ഗ്യാമീറ്റോഫൈറ്റ് പ്ലാൻ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണുക. ഗ്യാമീറ്റോഫൈറ്റ് ആയിരിക്കും എപ്പോഴും ഫോട്ടോസിന്തറ്റിക് ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്പോറോഫൈറ്റ് ഗ്യാമീറ്റോഫൈറ്റിൽ ഉണ്ടാകുന്ന സ്പോറോഫൈറ്റിന് ഗ്യാമീറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഫുഡ് റിക്വയർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊരു പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ് പാരസൈറ്റിക് ഓൺ ദ ഗ്യാമീറ്റോഫൈറ്റ് ആയിരിക്കും സ്പോറോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റിൽ ഉള്ളിലിരിക്കുന്ന ചില സെൽസ് that will undergo meiotic division to produce haploid spores. അപ്പോൾ നമ്മൾ പറഞ്ഞു സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? സ്പോറോഫൈറ്റ് ഉണ്ടാവുക. സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് വിൽ അണ്ടർഗോ സിമ്പിൾ മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന് 3 സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഒന്ന് ഫൂട്ട്, ഒന്ന് സീറ്റ, ഒന്ന് ക്യാപ്സ്യൂൾ. ഫൂട്ട് എന്ന് പറയുന്ന വേറൊന്നല്ല, ഈ ഒരു സ്പോറോഫൈറ്റിനെ ഗ്യാമീറ്റോഫൈറ്റ് സ്ട്രക്ചറിൽ അറ്റാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ സീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൻ്റെ മേലെ ഒരു ക്യാപ്സ്യൂൾ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഈ ക്യാപ്സ്യൂൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? മിയോട്ടിക് സെൽസ് ഇരിക്കുന്നത്. അവിടെയാണ് മിയോസിസ് നടന്നിട്ട് സ്പോർസ്, ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ഹാപ്ലോയിഡ് സ്പോർസ് നിലത്ത് വീണിട്ടാണ് വീണ്ടും ഗ്യാമീറ്റോഫൈറ്റ് ആയിട്ട് അത് ഫോം ചെയ്യുക. ബ്രയോഫൈറ്റിന് സാധാരണ വളരെ കുറച്ച് എക്കണോമിക് ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. ചില മോസസ് ഒക്കെ പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽസ്, ബേർഡ്സ് ആൻഡ് അതർ ആനിമൽസ്. അതായത് അതിനെ തിന്ന് ജീവിക്കുന്ന ചില ഓർഗാനിസംസ് ഉണ്ടാവും. അതുപോലെ സ്പാക്നം പോലത്തെ ഓർഗാനിസം മോസസിൽ വരുന്നതാണ്. അത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ബിക്കോസ് ദേ ആർ ഹൈഡ്രോകൊളോയിഡ് ഇൻ നേച്ചർ. അവർക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്പെസിമെനൊക്കെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ വിച്ച് ഈസ് ട്രാൻസ്പോർട്ടിങ് ദാറ്റ് ഷുഡ് നോട്ട് അണ്ടർഗോ ഡെസിക്കേഷൻ. അതായത് അവർ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് പൊതിഞ്ഞ് വെക്കാറുണ്ട്. അതുപോലെ ഇത് മോസസ് പോലത്തെ ഓർഗാനിസംസ് സക്സഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ വേറെ അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് സോയിൽ ഇറോഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രയോഫൈറ്റിൻ്റെ പിന്നെ ഡിവിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് വൺ ഈസ് ലിവർ വേർട്ട് ആൻഡ് അനദർ വൺ ഈസ് മോസസ്. ഈ ലിവർ വേർട്ട് ദറ്റ് ഈസ് വൺ ക്ലാസ് ഓഫ് ബ്രയോഫൈറ്റ് ആൻഡ് മോസസ് അനദർ ക്ലാസ് ഓഫ് ബ്രയോഫൈറ്റ്. ലിവർ വേർട്ടിന് പറയുന്ന വേറൊരു പേരാണ് ഹെപ്പാറ്റിക് ഓപ്സിഡ. ലിവർ വേർട്ടിൻ്റെ വേറൊരു പേരാണ് ഹെപ്പാറ്റിക് ഓപ്സിഡ. അതുപോലെ എല്ലാ ബ്രയോഫൈറ്റും, ഈ ഹെപ്പാറ്റിക് ഓപ്സിഡയിൽ വരുന്ന എല്ലാ ബ്രയോഫൈറ്റും ഒരുമാതിരി ലിവർ ഷേപ്പിലായിരിക്കും.
ആയിരിക്കും ഇരിക്കുക. അതിന് മർക്കാൻഷ്യ, അതാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. അതുപോലെ ഫ്ലാറ്റ് ഷേപ്പുള്ള റിക്സിയ അനദർ എക്സാമ്പിൾ ആണ്. അപ്പം ലിവർ ബേർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ മർക്കാൻഷ്യം, ഒന്ന് റിക്സിയാണ് കേട്ടോ. സോ ഹിയോ വി വിൽ സീ ദ മർക്കാൻഷ്യ സ്ട്രക്ചർ ഇസ് ദിസ് വൺ. ഇതാണ് മർക്കാൻഷ്യ സ്ട്രക്ചർ. മർക്കാൻഷ്യയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ മർക്കാൻഷ്യയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫീമെയിൽ താലസും സെക്കൻഡ് മെയിൽ താലസും ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മർക്കാൻഷ്യ എപ്പോഴും ഒരു യൂണിസെക്ഷൽ ഓർഗാനിസം ആണ്. ഓക്കെ, അവരുടെ ബോഡി എപ്പോഴും താലോയിഡ് സ്ട്രക്ചർ ആണ്. താലസ് ഇറ്റ് ഈസ് ഡോർസോ വെൻട്രലി ആൻഡ് ക്ലോസ്ലി അപ്രസ്ഡ് ടു ദ സബ്സ്ട്രേറ്റ്. ഇതിന് റൈസോയിഡ്സ് വന്നിട്ട് യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ആണ്. ഇത് സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൈസോയിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ ഫീമെയിൽ താലസിലെ ആർക്കിഗോണിയോഫോർ എന്ന് പറയുന്ന ഒരു റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും മെയിൽ താലസിലെ ആന്ത്രിഡിയോഫോർ എന്ന് പറയുന്ന ഒരു റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുമാണ് കാണാൻ കഴിയുക. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് ഫ്രാഗ്മെന്റേഷൻ. അവിടെ ബഡ്ഡിങ്, നോട്ട് ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിങ്. ഇവിടെ ബഡ്ഡിങ് നടക്കുന്നത് ഗമാ കപ്പിന്റെ ഉള്ളിലാണ്. ഇന്റേണൽ ബഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഗമാ കപ്പ് എന്ന് പറയുന്ന ഒരു കപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ ഗമ അല്ലെങ്കിൽ ഗമേ എന്ന് പറയും. അതൊരു ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡാണ്. അതിന് ഓരോന്നിനും ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിവുണ്ട്. ഇപ്പം അത് ഫീമെയിൽ താലസിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് പോകുന്ന ഗമ ആണെങ്കിൽ ഫീമെയിൽ താലസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. മെയിൽ താലസിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് പോകുന്നതാണെങ്കിൽ മെയിൽ താലസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഇറ്റ് പ്രൊഡ്യൂസസ് either on the same or different thallus they will produces the male gamete. മെയിൽ ഗാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒന്നിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. മർക്കാൻഷ്യയുടെ കേസിലൊക്കെ ആണെങ്കിൽ അത് ഒന്നിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഡൈഷ്യസ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ് അല്ലേ. മെയിൽ താലസും ഫീമെയിൽ താലസും സെപ്പറേറ്റ് ആയിട്ടാണ് കാണുക. പക്ഷേ റിക്സിയുടെ ഒക്കെ കേസിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഒരേ ഓർഗാനിസത്തിൽ നിന്ന് തന്നെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഈ മെയിൽ ഗാമീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്ത് പോവുകയും എന്നിട്ട് അത് ആർക്കിഗോണിയ സ്ട്രക്ചറിൽ വന്നിരിക്കുകയും അതിൻ്റെ ഉള്ളിൽ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ അവിടെ സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. സ്പോറോഫൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിട്ട് മാറുകയും ആ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുകയും ചെയ്യും. ഈ ഹാപ്ലോയിഡ് സ്പോർസ് ആണ് സാധാരണ ഗാമീറ്റോഫൈറ്റ് ആയിട്ട് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കുക. ഓക്കെ, അതേപോലെ ഈ മർക്കാൻഷ്യയിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ ക്യാപ്സ്യൂൾ പൊട്ടി അതിൻ്റെ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. അതായത് ഇലേറ്റർ മെക്കാനിസം ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദിസ് മർക്കാൻഷ്യ. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നോളാം. ഇനി അടുത്ത ഗ്രൂപ്പ് ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത് മോസസ് ആണ്. മോസസ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ബ്രയോപ്സിഡ അല്ലെങ്കിൽ മ്യൂസൈ. ഈ മോസസിന്റെ പ്രിഡോമിനന്റ് സ്റ്റേജ് ഓഫ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഗ്യാമീറ്റോഫൈറ്റ് തന്നെയാണ്. സാധാരണ കാണുന്ന ബ്രയോഫൈറ്റിലെ പോലെ തന്നെ ഗ്യാമീറ്റോഫൈറ്റ് ആണ്. ആ ഗ്യാമീറ്റോഫൈറ്റ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ ഒരു ക്രീപ്പിംഗ് ബോഡിയാണ് ഉണ്ടാക്കുക. അതായത് പ്രോട്ടോനീമ സ്റ്റേജ് ആണ് ഉണ്ടാക്കുക. അത് കുറച്ച് വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് ഒരു സ്പോർ ഡെവലപ്പ് ചെയ്ത് ആദ്യം പ്രോട്ടോനീമ ഉണ്ടാവും. അത് കുറച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ലീഫി സ്റ്റേജ് വിച്ച് ഈസ് ഇറക്റ്റഡ്. അതായത് ഒരു ചെറിയ ബ്രാഞ്ച് പോലെ ഇങ്ങനെ പൊന്തി ഉണ്ടാവുന്നതാണ്. ഈ ബ്രാഞ്ച് പോലെ ഉള്ള ലീഫി സ്റ്റേജിലാണ് സെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് അതിൻ്റെ സെക്സ് ഓർഗൻസ് ആന്ത്രിഡിയും ആർക്കിഗോണിയും ഒക്കെ ഉണ്ടാവുന്നത് ഈ സെക്കൻഡറി പ്രോട്ടോനീമ സ്ട്രക്ചർ അല്ലെങ്കിൽ ലീഫി സ്റ്റേജിലാണ്. ലാറ്ററൽ ബഡ്സിലാണ് ഈ സെക്കൻഡറി സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. സെക്കൻഡറി പ്രോട്ടോനീമ അല്ലെങ്കിൽ ലാറ്ററൽ ബഡ്സിലാണ് അല്ലെങ്കിൽ ലീഫി സ്റ്റേജിലാണ് സെക്സ് ഓർഗൻസ് ഉണ്ടാവുക. അതേപോലെ അതിൻ്റെ റൈസോയിഡ്സ് വന്ന മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ് റൈസോയിഡ്സ് ആണ് കാണുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നവർക്ക് ഫ്രാഗ്മെന്റേഷൻ വഴിയും ബഡ്ഡിങ് വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നതും സെക്കൻഡറി പ്രോട്ടോനിമയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അതേപോലെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗ്യാമീറ്റ്സ് അതും ഫ്ലാജലേറ്റഡ് ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആർക്കിഗോണിയുടെ ഉള്ളിലാണ്. ആർക്കിഗോണിയുടെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് സ്പോറോഫൈറ്റ് ആവും. സ്പോറോഫൈറ്റിന് 3 പാർട്സ് ഉണ്ടാവും, ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട്. ഈ സ്പോറോഫൈറ്റിന്റെ ക്യാപ്സ്യൂളിന്റെ ഭാഗത്തു നിന്നാണ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർ സെല്ലാണ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് സ്പോർസ് ലിബറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. ആ സ്പോർസ് ലിബറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
അത് എന്തായിട്ട് മാറും? ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഈ ഇതിന് എക്സാമ്പിൾ ഫ്യൂണേറിയ. ഫ്യൂണേറിയ എന്ന് പറയുന്നതിന് വേറൊരു പേരാണ് റോപ്പ് മോസ് അല്ലെങ്കിൽ കോഡ് മോസ്. ഓക്കെ, ഫ്യൂണേറിയയ്ക്ക് വേറൊരു പേരാണ് റോപ്പ് മോസ് അല്ലെങ്കിൽ കോഡ് മോസ്. അതുപോലെ പോളിട്രിക്കം ഈസ് അനദർ എക്സാമ്പിൾ ഫോർ എ. പോളിട്രിക്കത്തിന് പറയുന്ന പേരാണ് ഹെയർ ക്യാപ്പ് മോസ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, അത് ഞാൻ ആ 2 പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേപോലെ നമുക്ക് സ്വാഗ്നത്തിൻ്റെ വേറൊരു പേരാണ് പീറ്റ് മോസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മോസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം ഈ മോസസും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫ്യൂണേറിയ, അതേപോലെ തന്നെ ലിവർവേർട്ട്, ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാരസൈറ്റിക്, അതിൻ്റെ സ്പോറോഫൈറ്റ് വന്നിട്ട് ഗ്യാമീറ്റോഫൈറ്റിൽ പാരസൈറ്റിക് ആയിട്ട് വളരുന്നതാണ്. ഇനി നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്തൊരു പോയിന്റ് ഉണ്ട്, ആന്ത്രോസെറോടോപ്സിഡ് അല്ലെങ്കിൽ ഹോൺവേർട്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബ്രയോഫൈറ്റ്. അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു വിടാം. അതിൻ്റെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് താലസ് ലൈക്ക് ആണ്, റൈസോയിഡ് യൂണിസെല്ലുലാർ ആണ്, അൺബ്രാഞ്ച്ഡ് താലോയിഡ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രയോഫൈറ്റ്. പക്ഷെ അതിന് സ്പോറോഫൈറ്റ് ഉണ്ടാവുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിന് സീറ്റ് ഉണ്ടാവില്ല, ഫൂട്ട് ആൻഡ് ക്യാപ്സ്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫൂട്ട് ആൻഡ് ക്യാപ്സ്യൂൾ മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു കാളയുടെ ഒക്കെ ഒരു കൊമ്പ്, ആനിമലിൻ്റെ ഒരു കൊമ്പ് പോലെയാണ് അതിന് കാണുക. അതുകൊണ്ടാണ് അതിനെ ഹോൺവേർട്ട് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ആന്തോസെറോസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് മോസസിൻ്റെ കേസിൽ ഫ്യൂണേറിയയുടെ സ്പോർ ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ് പെരിസ്റ്റോമൽ ടീത്ത് എന്ന് പറയുന്നത്. ഇതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പെരിസ്റ്റോമൽ ടീത്ത് ഈസ് പ്രസൻറ്റ് ഇൻ ഫ്യൂണേറിയ അല്ലെങ്കിൽ മോസസ്. ഈ ഫ്യൂണേറിയയുടെയൊക്കെ ക്യാപ്സ്യൂളിൻ്റെ തുമ്പത്തായിട്ട്, അതിൻ്റെ അറ്റത്തായിട്ടിരിക്കുന്ന ആ പെരിസ്റ്റോം എന്ന് പറയുന്ന 32 ടീത്താണ്. 16 ടീത്ത് അപ്പർ ടീത്ത് ആൻഡ് 16 ടീത്ത് ലോവർ ടീത്ത്. എക്സോസ്റ്റോം ആൻഡ് എൻഡോസ്റ്റോം എന്നാണ് അതിന് പറയാം. അപ്പോൾ 32 പെരിസ്റ്റോമൽ ടീത്ത് ഈസ് പ്രസൻറ്റ് ഇൻ ദ കേസ് ഓഫ് മോസസ് ഫോർ ദ ലിബറേഷൻ ഓഫ് ദ സ്പോർസ്. ലിവർ വേർട്ടിൻ്റെ കേസിൽ കാണുന്ന ഇലേറ്റർ മെക്കാനിസം ആണെങ്കിൽ മോസസിൻ്റെ കേസിൽ കാണുന്നത് പെരിസ്റ്റോമൽ ടീത്ത് ആണ് കേട്ടോ. നൗ ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് പ്ലാന്റ് കിങ്ഡം ഇറ്റ് ഈസ് ടെറിഡോഫൈറ്റ്. ടെറിഡോഫൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പ്ലാന്റ്സ് ആണ്. അഡ്വാൻസ്ഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രൂ ലീഫും സ്റ്റെമ്മും അതുപോലെ റൂട്ടും ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ്. സാധാരണ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസ്, സോയിൽ ബ്ലിൻഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്, ടു പൊസസ് ദ വാസ്കുലാർ ടിഷ്യൂസ്. സൈലോം ഫ്ലോയും കാണുന്ന ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ് ഈ പറയുന്ന ടെറിഡോഫൈറ്റ്. അതേപോലെ ടെറിഡോഫൈറ്റ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ കൂൾ ഡാം ഷെയ്ഡി പ്ലേസസ്, ദോ സം മേ ഫ്ലറിഷ് വെൽ ഇൻ സാൻഡി സോയിൽ കണ്ടീഷൻ. അവർ സാധാരണ കൂളായിട്ടുള്ള പ്ലേസിലാണ് കാണാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ റീപ്രൊഡക്ഷൻ സ്റ്റേജ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ബ്രയോഫൈറ്റിൻ്റെ കേസിൽ അവരുടെ പ്രിഡോമിനൻറ്റ് പ്ലാൻ ബോഡി ഗ്യാമീറ്റോഫൈറ്റ് ആണെങ്കിൽ ടെറിഡോഫൈറ്റിൻ്റെ കേസിൽ അവരുടെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. ഈ സ്പോറോഫൈറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ദ സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ സ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്നത് സ്പോർ മദർ സെൽസ് ആണ്. ഈ സ്പോർ മദർ സെൽസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറ്റ് വിൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അത് ഓരോ സ്പോർ മദർ സെല്ലും 4 സ്പോർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഓരോ സ്പോർസും എന്തായിരിക്കും? ഹാപ്ലോയിഡ് സ്പോർസ് ആയിരിക്കും. അത് അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് താഴെ വീണ് അത് സെപ്പറേറ്റ് ഒരു പ്രോതാലസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതായത് സെപ്പറേറ്റ് ഒരു പ്ലാൻ ബോഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇൻഡിപെൻഡൻറ്റ് സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അത് ജീവിക്കുന്നത്, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് ജീവിക്കുക. കുറേ എണ്ണം മെയിൽ പ്രോതാലസും കുറേ എണ്ണം ഫീമെയിൽ പ്രോതാലസും ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുക. മെയിൽ പ്രോതാലസിൽ ആന്തരീഡിയ സ്ട്രക്ചറും കാണും, ഫീമെയിൽ പ്രോതാലസിൽ ആർക്കിഗോണിയ സ്ട്രക്ചറും കാണും. അപ്പം മെയിൽ പ്രോതാലസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്ത്രോസോയിഡ്സ് അല്ലെങ്കിൽ ബൈഫ്ലാജലേറ്റഡ് മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ പ്രോതാലസിലിരിക്കുന്ന ആർക്കിഗോണിയയിൽ വന്നിട്ട് അവിടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് വീണ്ടും സ്പോറോഫൈറ്റിക് പ്ലാൻ ബോഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പൊറാഞ്ചിയ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ലീഫ് പോലത്തെ ഒരു സ്ട്രക്ചർ അവർക്ക് ഉണ്ടാവും. അത് നമ്മൾ സ്പോറോഫിൽ എന്നാണ് പറയുക. അതേപോലെ സ്പോറോഫിൽ ചിലപ്പോൾ കോൺ പോലെ ആയിരിക്കും ചില ഓർഗാനിസത്തിൽ, ചില പ്ലാന്റിൽ കാണാം. അതിന് എക്സാമ്പിളാണ് സെലാജിനെല്ല ആൻഡ് ഇക്യൂസീറ്റം അല്ലെങ്കിൽ
അല്ലെങ്കിൽ അത് സ്ട്രോബിലി എന്നാണ് ആ കോൺ പോലത്തെ സ്പൊറാഞ്ചിയനെ പറയുന്നത്. അതായത് കുറേ സ്പൊറാഞ്ചിയാസ് കുറേ സ്പോറോഫിൽസിന്റെ മേലെ അറേഞ്ച് ചെയ്ത് ആ സ്പോറോഫിൽസ് എല്ലാം കൂടി കൂടിയിട്ട് ഒരു കോൺ പോലെ അറേഞ്ച് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ സ്ട്രോബിലസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രോബിലി എന്ന് പറയുന്നത്. ഈ സ്ട്രോബിലി എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഏതിലൊക്കെ ആയിരിക്കും കാണുന്നതെന്ന് വെച്ചാൽ സെലാജിനെല്ലയിലും ഇക്വിസീറ്റത്തിലും കാണുന്നതാണ് സ്ട്രോബിലി കേട്ടോ. അതുപോലെ ഇവരുടെ സൈലം എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെസൽസ് ഉണ്ടാവില്ല. ഫ്ലോയെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പാനിയൻ സെൽസ് ഉണ്ടാവില്ല അവർക്ക്. സാധാരണ സൈലം ഓഫ് ടെറിഡിയം, സെലാജിനെല്ല, മാഴ്സീലിയ ഈ ഇത്രയും സാധനങ്ങൾക്ക് ഫോൾസ് വെസൽസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ടെറിഡിയം, സെലാജിനെല്ല, മാഴ്സീലിയ കണ്ടെയ്ൻ ഫോൾസ് വെസൽസ്. അതുപോലെ സെക്കൻഡറി ഗ്രോത്ത് ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഈ ടെറിഡോഫൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സെക്കൻഡറി ഗ്രോത്ത് ഇല്ലെങ്കിലും ചില പ്ലാന്റ്സിൽ, ടെറിഡോഫൈറ്റിൽ തന്നെ ചില പ്ലാന്റ്സിൽ നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് കാണാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ആണ് ഐസോയിഡ്സ് എന്ന് പറയുന്ന പ്ലാന്റ്സ്. ഐസോയിഡ്സ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ് ടെറിഡോഫൈറ്റ് വിച്ച് ഷോ ദ സെക്കൻഡറി ഗ്രോത്ത്. ഇനി നമ്മൾ ഈ സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു. ഒന്നുപോലെ അത് ഒരേപോലത്തെ സ്പോർട്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സ്പോർട്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഒരേ തരത്തിലുള്ള സ്പോർട്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഹോമോസ്പോറസ് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻ്റ് ആയിരിക്കും അത് കാണിക്കുക. ഹോമോസ്പോറസ് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് സാധാരണ ടെറിഡോഫൈറ്റിൽ കാണിക്കുക. ഹെട്രോസ്പോറസ് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റാണ് കാണിക്കുന്നതെങ്കിൽ അവർ സ്പൊറാഞ്ചിയയിൽ കാണുന്ന സ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഒന്ന് മാക്രോസ്പോറും ഒന്ന് മൈക്രോസ്പോറും ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഈ മൈക്രോസ്പോർസ് വന്നിട്ട് ലിബറേറ്റ് ചെയ്യുകയും അത് ആന്തരീഡിയെ ഡെവലപ്പ് ചെയ്യുക, അതിനകത്തുനിന്ന് ആന്തരീഡിയെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അവർക്ക് പ്രോതാലസിന്റെ ഡെവലപ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റിന്റെ കേസിൽ ഈ ആ പ്ലാന്റിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും, അതായത് ആ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയുടെ ഉള്ളിൽ തന്നെയായിരിക്കും ഈ രണ്ട് തരത്തിലുള്ള സ്പോർസ് ഉണ്ടാവുന്നതും ആ രണ്ട് തരത്തിലുള്ള സ്പോർസിന്റെ ഡെവലപ്മെന്റും ആന്തരീഡിയം ആർക്കിഗോണിയയുടെ ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത് എവിടെ തന്നെയായിരിക്കും? ആ മേജർ പ്ലാന്റ് ബോഡിയിൽ അല്ലെങ്കിൽ പാരന്റൽ പ്ലാന്റ് ബോഡിയിൽ തന്നെയായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രോതാലസ് കാണിക്കില്ല. അപ്പോൾ ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ് ദേ വിൽ നോട്ട് ഷോ പ്രോതാലസ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ മെയിൽ ഗ്യാമീറ്റ് വന്നിട്ട് ഫീമെയിൽ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് പേരൻ്റൽ പ്ലാന്റ് ബോഡിയിൽ തന്നെയാണ് സൈഗോട്ട് ഉണ്ടാവുക. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ഈവൻറ്റ് ഈസ് ദ പ്രിക്കോഴ്സർ ഓഫ് ദ സീഡ് ഹാബിറ്റ് കൺസിഡർഡ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സീഡ് കണ്ടെയ്നിങ് പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ടെറിഡോഫൈറ്റ് കഴിഞ്ഞ ജിംനോസ്പോം മുതലുള്ള എല്ലാ പ്ലാന്റ്സിനും സീഡ്സ് ഉണ്ട്. അപ്പോൾ ആ സീഡിന്റെ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത് ഈ പറയുന്ന ഹെട്രോസ്പോറസ് ടൈപ്പ് ഓഫ് ടെറിഡോഫൈറ്റിൽ നിന്നാണ്. അതുപോലെ ടെറിഡോഫൈറ്റ് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. സൈലോപ്സിഡ എന്ന് പറഞ്ഞാൽ ഒരുതരം ഏൻഷ്യൻ വാസ്കുലാർ പ്ലാന്റ്സ് ആണ്. അവരെ പ്ലാന്റ് ബോഡി റൈസോം, സ്കെയിൽ ലീവ്സും റൈസോയിഡ്സും ഒക്കെ കൂടിയതാണ്. അതായത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മും അതുപോലെ സ്കെയിൽ ലീവ്സും അതുപോലെ റൈസോയിഡ്സും ഒക്കെ കൂടിയതാണ് ഇവരുടെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ് ആണ് സൈലോപ്സിഡ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് ലൈക്കോപ്സിഡയാണ്. ലൈക്കോപ്സിഡയിൽ വരുന്നതാണ് സെലാജിനെല്ല, ലൈക്കോപോഡിയം. അത് ലൈക്കോപ്സിഡയുടെ എക്സാമ്പിൾ. ലൈക്കോപ്സിഡയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് ക്ലബ് മോസ് കേട്ടോ. ഇറ്റ് ഈസ് ഈ ലൈക്കോപ്സിഡ അല്ലെങ്കിൽ സെലാജിനെല്ല ഒക്കെ ഉണ്ടല്ലോ, അതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. പിന്നെ വന്നിട്ട് സ്പീനോപ്സിഡ. സെലാജിനെല്ല അതിനകത്ത് ഇതാണ് കേട്ടോ, ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് കാണിക്കുന്ന ഒരു ഓർഗാനിസം ആണ്. സെലാജിനെല്ലയിൽ തന്നെയാണ് നമ്മുടെ സ്ട്രോബിലസ് കണ്ടത്, ഓർത്തിരുന്നോളാം. സ്പീനോപ്സിഡയ്ക്ക് എക്സാമ്പിൾ ആണ് ഇക്വിസീറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഹോൾസ്റ്റെയിൽ സിലിക്ക പ്രസന്റ് ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് സ്റ്റെം. സ്റ്റെമ്മിൻ്റെ എപ്പിഡെർമിസിൽ സിലിക്ക കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പറയുന്ന സ്പീനോപ്സിഡയിൽ വരുന്ന ഇക്വിസീറ്റം എന്ന് പറയുന്ന പ്ലാന്റ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഫയറിനൊക്കെ കാരണമാവും ഈ പറയുന്ന ഇക്വിസീറ്റം പ്ലാന്റ്. ഇക്വിസീറ്റം പ്ലാന്റിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നമ്മൾ പഠിച്ചത് സ്ട്രോബിലസ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ടെറോപ്സിഡ. ടെറോപ്സിഡയിൽ വരുന്നതാണ് ഡ്രയോപ്റ്റെറിസ്, ടെറിസ്, അഡയാൻറ്റം. ഇതൊക്കെ
അതാണ് ഏറ്റവും ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ടെറിഡോഫൈറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ കോമൺ ഫേൺ എന്ന് പറയുന്നത്. അതിനകത്ത് രാമൻഡ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പ്രസന്റ് ആണ്. രാമൻഡ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേണൊക്കെ എടുത്ത് നോക്കുമ്പോൾ പന്നൽ ചെടി എന്ന് പറയുന്ന ചെടി നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പന്നൽ ചെടിയുടെ അടിഭാഗത്ത് ഒരുമാതിരി പൗഡർ പോലെ, വെളുത്ത പൗഡർ പോലെ കാണുന്ന അതിനെയാണ് നമ്മൾ രാമൻഡ എന്ന് പറയുന്നത് കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ടെറിഡോഫൈറ്റ് ക്ലാസിഫിക്കേഷൻ. ടെറിഡോഫൈറ്റിന്റെ ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് ഇറ്റ് ഈസ് ഷോൺ ബൈ സെലാജിനെല്ല സാൽവീനിയ. സാൽവീനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റും ഈ പറയുന്ന ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് കാണിക്കുന്നതാണ്. അതേപോലെ അസോള എന്ന് പറയുന്ന ടെറിഡോഫൈറ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീനേഷ്യസ് ഫുഡിനെ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുന്ന ഒരു പായൽ പോലത്തെ ഒരു ചെടി ഉണ്ടല്ലോ, അതിനെയാണ് അസോള എന്ന് പറയുന്നത്. ഈ അസോള ടെറിഡോഫൈറ്റ് ആണ്. അതേപോലെ നമുക്ക് വേറൊരു ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് കാണിക്കുന്ന വേറൊരു ടെറിഡോഫൈറ്റ് ആണ് മാഴ്സീലിയ എന്ന് പറയുന്നത്. മാഴ്സീലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അതും ഒരു തരം പായൽ പോലെ കാണുന്ന, പായലല്ല ശരിക്കും, അത് ടെറിഡോഫൈറ്റിൽ വരുന്നതാണ്. ശരിക്കും അതിന് ലീഫും റൂട്ടും സ്റ്റെമ്മും ഒക്കെ ഉണ്ട്. അത് ഈ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന 4 ഇലകൾ കൂടിയ ഒരു സ്ട്രക്ചറാണ് മാഴ്സീലിയ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ഓർഗാനിസം ആണ് ഈ പറയുന്ന മാഴ്സീലിയ ഒക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് കാണിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഈ മാഴ്സീലിയയും ഇതൊക്കെ ചോദിക്കാറുള്ള സെലാജിനെല്ല, സാൽവീനിയ, മാഴ്സീലിയ, അസോള, അതാണ് സാധാരണ 4 ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് കാണിക്കുന്ന ടെറിഡോഫൈറ്റിന് എക്സാമ്പിൾ കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ടെറിഡോഫൈറ്റ്. നൗ വി വിൽ സീ ദ ജിംനോസ്പേം. ഇനി നമുക്ക് ജിംനോസ്പേംസ് നോക്കാം. ജിംനോസ്പേംസ് എന്ന് പറയുന്നത് വാസ്കുലാർ ഫെനിറോഗ്യാംസ് ആണ് കേട്ടോ. വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ് ടെറിഡോഫൈറ്റ് ആണ്. വാസ്കുലാർ ഫെനിറോഗ്യാംസ് എന്ന് പറയുന്ന സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആണ്. ജിംനോ എന്ന് പറയുന്ന നേക്കഡ്, സ്പേമ എന്ന് പറയുന്ന സീഡ്സ്. അപ്പോൾ നേക്കഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ജിംനോസ്പേം എന്ന് പറയുന്നത്. അതൊരു വാസ്കുലാർ പ്ലാന്റ് ആണ്. വാസ്കുലാർ പ്ലാന്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, അതായത് സൈലോം ഫ്ലോയും ഉണ്ട്. അതേപോലെ സൈലത്തിനും ഫ്ലോയത്തിനും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആൻജിയോസ്പേമിൽ സൈലത്തിന് വെസൽസ് ഉണ്ടെങ്കിൽ ഇവിടെ സൈലത്തിന് വെസൽസ് ഉണ്ടാവില്ല. ട്രക്കീഡ്സ് ആണ് മേജർ കണ്ടക്ടിങ് എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ സൈലം ഫൈബേഴ്സ് ആബ്സെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുഡിന് വേണ്ടിയിട്ടൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഫ്ലോയത്തിന്റെ കേസിൽ ഫ്ലോയ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാനിയൻ സെൽസ് ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു ടെറിഡോഫൈറ്റിലും ഇല്ല കമ്പാനിയൻ സെൽസ് അല്ലേ. കമ്പാനിയൻ സെൽസിന് പകരം പക്ഷെ ഇവർക്ക് ആൽബുമിന സെൽസ് ഉണ്ടാവും. സീവ് ട്യൂബ് ഉണ്ടാവില്ല, പക്ഷെ അതിന് പകരം സീവ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക ജിംനോസ്പേമിന്റെ കേസിൽ. ഇനി നമ്മൾ ഇതിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓവറി വാൾ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഓവ്യൂളിനെ കവർ ചെയ്തിട്ട് ഓവറി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യില്ല. ഫ്രൂട്ട് ഇല്ലാതെയാണ് നേക്കഡ് സീഡ്സ് ആണ് ഡെവലപ്പ് ചെയ്യുക. അത് ഈ നേക്കഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് സാധാരണ ഹെട്രോസ്പോറസ് പ്ലാന്റ്സ് ആണ്. ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് നമ്മൾ എവിടെന്നാണ് കണ്ടു തുടങ്ങിയത്? ടെറിഡോഫൈറ്റിൽ നിന്ന് മുതൽ കണ്ടു തുടങ്ങിയതാണ് അല്ലേ. ആ ടെറിഡോഫൈറ്റിൽ നിന്ന് കണ്ട ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് ജിംനോസ്പേമിലെ എല്ലാ പ്ലാന്റ്സിലും ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് ആണ്. സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിനകത്തും ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. അതേപോലെ നമ്മൾ ജിംനോസ്പേമിനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വളരെ ചെറിയ പ്ലാന്റ്സ് ഒന്നും നമുക്ക് അതിനകത്ത് കാണാൻ കിട്ടില്ല. മീഡിയം സൈസ്ഡ് ട്രീസും ടോൾ ട്രീസും ഷ്രബ്സും ഒക്കെയാണ് നമുക്ക് അതിൽ കാണാൻ കിട്ടുക. പിന്നെ ചിലതൊക്കെ ഈ ലൈനേഴ്സ് എന്ന് പറയുന്ന വുഡി ക്ലൈംബേഴ്സ് ഉണ്ടല്ലോ, അതായത് ട്രോപ്പിക്കൽ റീജിയനിൽ വളരുന്ന പ്ലാന്റിൽ തിക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വളരുന്ന ചില ജിംനോസ്പേംസ്, നീറ്റം ഗ്രൂപ്പ്, നെറ്റോഫൈറ്റ അല്ലെങ്കിൽ നീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ജിംനോസ്പേമിൻ്റെ ഒരു വകുപ്പാണ്. അതിനകത്ത് നീറ്റം എന്ന് പറയുന്ന പ്ലാന്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വള്ളി പോലെ, അതായത് വുഡി ക്ലൈംബർ, വലിയ തടിച്ച വള്ളി പോലെ വേറെ മരങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് കയറിപ്പോകുന്നത് നമുക്ക് കാണാം. അതേപോലെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള പ്ലാന്റ് ഈ പറയുന്ന ജിംനോസ്പേമിലാണ്. ദ ടോളസ്റ്റ് ട്രീ ദാറ്റ് ഈസ് റെഡ് വുഡ് ട്രീ ഓർ വി ക്യാൻ സേ സീക്കോയ അല്ലെങ്കിൽ റെഡ് വുഡ് ട്രീ ആണ് ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്. ഈ പ്ലാന്റിൽ കാണുന്ന റൂട്ട് എപ്പോഴും ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും കാണാൻ. നമുക്ക് ആൻജിയോസ്പേമിലൊക്കെ ആണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള റൂട്ട് കാണാൻ കിട്ടും, പക്ഷെ ജിംനോസ്പേമിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും കാണാൻ കഴിയുക. അതേപോലെ ചില പ്ലാന്റ്സിൽ മൈക്കോറൈസൽ അസോസിയേഷൻ കാണാൻ കഴിയും. ദാറ്റ് ഈസ് സീൻ ഇൻ ദ കേസ് ഓഫ് പൈനസിൻ്റെയൊക്കെ കേസിൽ വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ വെസിക്കിളിനകത്തേക്ക് എൻട്രി ചെയ്ത് ഇരിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ മൈക്കോറൈസൽ അസോസിയേഷൻ, അതായത് എൻഡോ മൈക്കോറൈസൽ അസോസിയേഷൻ. അവിടെ ചില ഫംഗസ് ആ റൂട്ടിൻ്റെ സൈലത്തിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും ഇരിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഫോസ്ഫറസിനെയൊക്കെ
ഈ സോയിലിൽ നിന്ന് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യാൻ പാകത്തിന്, അതായത് ഒരുപാട് ഫോസ്ഫറസിനെ അബ്സോർബ് ചെയ്ത് പ്ലാന്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മൈക്കോറൈസൽ അസോസിയേഷൻ പൈനസിൽ കാണുന്നത്. അതായത് വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ VAM പ്ലാന്റ്സ് കേട്ടോ. VAM അസോസിയേഷൻ കാണുന്ന പൈനസിലാണ്. അത് എൻഡോ മൈക്കോറൈസൽ അസോസിയേഷൻ ആണ്. അതിനകത്ത് മൈക്കോറൈസയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോമസ്, അതായത് അതിൻ്റെ ഫംഗസ് എന്ന് പറയുന്ന പേരാണ് ഗ്ലോമസ് എന്ന് പറയുന്നത്. അതുപോലെ സൈക്കസ് പോലത്തെ പ്ലാന്റ്സിൽ സ്മോൾ സ്പെഷ്യലൈസ്ഡ് റൂട്ട്സ് ഉണ്ട്, അതിനെ കാരലോയിഡ് റൂട്ട് എന്ന് പറയും. അവിടെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ് കാണുന്നത്. സാധാരണ അതിൻ്റെ ഉള്ളിൽ കാണുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് അനാബീനയും നോസ്റ്റോക്കും ആണ് കേട്ടോ. അനാബീനയും നോസ്റ്റോക്കും ആണ്. ഇനി ഞാൻ ആ ടെറിഡോഫൈറ്റ് പറഞ്ഞപ്പോൾ അസോളയുടെ കേസിലുണ്ടല്ലോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അസോളയുടെ ലീഫിനകത്ത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഇരിക്കുന്നുണ്ട് കേട്ടോ. അനാബീന എന്ന് പറയുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഇരിക്കുന്നത് ഈ അസോളയുടെ ലീഫിൻ്റെ ഉള്ളിലാണ്. അതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, അതാണ് ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പറഞ്ഞത് ഓർത്തിരുന്നോളാം. പിന്നെ നമ്മൾ സൈക്കസിൻ്റെ ഒക്കെ കേസിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രാഞ്ചസ് സ്റ്റെമ്മ് വന്നിട്ട് ബ്രാഞ്ച്ഡ് ഒന്നും ആയിരിക്കില്ല, അൺബ്രാഞ്ച്ഡ് ആയിരിക്കും. അതുപോലെ ബ്രാഞ്ച്ഡ് സ്റ്റെമ്മ് നമുക്ക് പൈനസിലും സിഡ്രസിലും ഒക്കെ കാണാൻ പറ്റും. ഈ പ്ലാന്റ്സിൽ ചിലപ്പോൾ സിമ്പിൾ ലീഫും കോമ്പൗണ്ട് ലീവ്സും ഒക്കെ കാണാൻ പറ്റും. സൈക്കസിൻ്റെ ഒക്കെ കേസിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ് സാധാരണ കാണുക. അതുപോലെ ജിംനോസ്പേംസ് എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ വളരെത്തക്ക രീതിയിൽ ഉള്ള അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ഉള്ളതാണ്. അതേപോലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡിലൊക്കെ സർവൈവ് ചെയ്യത്തക്ക രീതിയിലാണ് അവരുടെ മോർഫോളജി വന്നിട്ട്. കോണിഫേഴ്സിൻ്റെ ഒക്കെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് വന്നിട്ട് നീഡിൽ ലൈക്ക് ലീഫായിരിക്കും, സർഫസ് ഏരിയ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ടാവും, സങ്കൻ സ്റ്റൊമേറ്റ ഉണ്ടാവും, ട്രാൻസ്പിരേഷൻ ലോസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, മേജർ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഹെട്രോസ്പോറസ് ഡെവലപ്മെൻ്റ് ആയിരിക്കും ജിംനോസ്പോമിൽ കാണുന്നത്. അപ്പോൾ ഹെട്രോസ്പോറസ് ഡെവലപ്മെൻറ്റ് നമ്മൾ ടെറിഡോഫൈറ്റിൽ കണ്ടപ്പോൾ സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ ഇരിക്കുന്ന സ്പോർ മദർ സെല്ല് മാക്രോസ്പോറും മൈക്രോസ്പോറും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മൈക്രോസ്പൊറാഞ്ചിയ, മെഗാസ്പൊറാഞ്ചിയ എന്ന് പറയുന്ന രണ്ട് സ്ട്രക്ചർ ഉണ്ടാവും. ഈ മൈക്രോസ്പൊറാഞ്ചിയ മെഗാസ്പൊറാഞ്ചിയം അറേഞ്ച് ചെയ്തിട്ടുള്ള ലീഫ് പോലത്തെ സ്ട്രക്ചറിനെ നമ്മൾ മൈക്രോസ്പോറോഫിൽ എന്നും മെഗാസ്പോറോഫിൽ എന്നും പറയും. മൈക്രോസ്പോറോഫിലിൽ മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടാവും, മെഗാസ്പോറോഫിലിൽ മെഗാസ്പൊറാഞ്ചിയ ഉണ്ടാവും. ഈ മൈക്രോസ്പോറോഫിൽ എല്ലാം കൂടി പിടിച്ച ഒരു കോൺ പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രോബിലസ് പോലെ കാണുന്നതിന് നമ്മൾ മെയിൽ കോൺ അല്ലെങ്കിൽ മെയിൽ സ്ട്രോബിലി എന്ന് പറയും. അതേപോലെ മെഗാസ്പൊറാഞ്ചിയയുടെ മെഗാസ്പോറോഫിൽസ് എല്ലാം കൂടി പിടിച്ചിരിക്കുന്നതിന് നമ്മൾ ഫീമെയിൽ കോൺ അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലസ് എന്ന് പറയും. ഈ മൈക്രോസ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന സെൽസ് ദാറ്റ് വിൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ, അത് മൈറ്റോട്ടിക് ഡിവിഷൻ അല്ല, മിയോട്ടിക് ഡിവിഷൻ ആണ് നടത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജിംനോസ്പേമിന്റെ എല്ലാ സെൽസും വന്നിട്ട് ഡിപ്ലോയിഡ് സെൽസ് ആണ്. അത് മിയോട്ടിക് ഡിവിഷൻ നടന്ന് എന്തായിട്ട് മാറും? ദ ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആയിട്ടാണ് മാറുക. ഈ പോളൻ ഗ്രെയിൻ വന്നിട്ട് ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഓരോ സെല്ലും ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആയിരിക്കും. അതേപോലെ മെഗാസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒവ്യൂളാണ്. ഒവ്യൂൾ എന്ന് പറയുന്നതിന് ഒരു ഓൾട്ടർനേറ്റ് ടേം ആണ് ഇവിടെ മെഗാസ്പൊറാഞ്ചിയ എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മെഗാസ്പൊറാഞ്ചിയ വന്നിട്ട് ആ മെഗാസ്പൊറാഞ്ചിയയ്ക്ക് ഒരൊറ്റ കവറിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആൻജിയോസ്പേമിലെ പോലെ രണ്ട് കവറിങ് ഒന്നും അതിന് ഉണ്ടാവില്ല. അതിന് ഒരൊറ്റ ഇൻറ്റഗ്യുമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ നടക്കുന്ന ഡിവിഷൻ എന്താണെന്ന് വെച്ചാൽ, മെഗാസ്പൊറാഞ്ചിയ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആൻജിയോസ്പേമിലെ പോലെ തന്നെ കുറേ ന്യൂസെല്ലാർ സെൽസ് പോലത്തെ സെൽസ് ആയിരിക്കും കാണാൻ കഴിയുക. അതിനകത്ത് ഒരു സെല്ല് വന്നിട്ട് മിയോട്ടിക് ഡിവിഷൻ നടത്തും. ആ മിയോട്ടിക് ഡിവിഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡെവലപ്പ് ഇൻ ദ ഫോം ഓഫ് എ ഹാപ്ലോയിഡ് സെൽ, ഒരു ഹാപ്ലോയിഡ് സെല്ലായിട്ട് മാറും. പിന്നെ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതിനകത്ത് 4 ഹാപ്ലോയിഡ് സെൽസ് ആയിട്ട് മാറുന്നുണ്ടല്ലോ. ബാക്കി എല്ലാ ഈ ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടായതൊക്കെ വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻസ് നടക്കാൻ തുടങ്ങും. വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കാൻ തുടങ്ങുമ്പോൾ ആ മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന ബാക്കി ന്യൂസെല്ലാർ സെൽസ് ഒക്കെ ഇതിൻ്റെ മൈറ്റോട്ടിക് ഡിവിഷന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. അപ്പം അങ്ങനെ നറിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ബാക്കി ന്യൂസെല്ലാർ സെൽസ് എല്ലാം പോവുകയും അതിൻ്റെ ഉള്ളിലുള്ള ഹാപ്ലോയിഡ് സെൽസിന്റെ നമ്പർ കൂടുകയും ചെയ്യും. ആ ഓരോ സെൽസിനെ നമ്മൾ ആർക്കിഗോണിയ എന്നാണ് പറയുക. അതിനകത്തൊരു മേജർ ആർക്കിഗോണിയാണ് അവിടെ എഗ്ഗായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഒരു എഗ്ഗാണ് ഫ്യൂഷൻ നടന്ന് അടുത്ത സൈഗോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആർക്കിഗോണിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ബാക്കി സെൽസ് അതായത് അതെല്ലാം പെരിഫറിയിലേക്ക് മൂവ് ചെയ്യും. ആ പെരിഫറിയിൽ ഇരുന്നിട്ട് അവർ സൈഗോട്ടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യാണ് അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ ഈ
മെയിൽ കോണും ഫീമെയിൽ കോണും ഒരേ പ്ലാന്റിൽ തന്നെ കാണുകയാണെങ്കിൽ നമ്മൾ ആ പ്ലാന്റിനെ മൊണീഷ്യസ് പ്ലാന്റ് എന്ന് വിളിക്കും. അത് രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ സാധാരണ ഡയേഷ്യസ് പ്ലാന്റ്സ് എന്നാണ് വിളിക്കുക. മൊണീഷ്യസ് പ്ലാന്റിന് എക്സാമ്പിൾ സൈക്കസ് ആണ് കേട്ടോ. മൊണീഷ്യസ് പ്ലാന്റിന് എക്സാമ്പിൾ വന്നിട്ട് സൈക്കസ് ആണ്. സീ ഹിയർ, ദിസ് ഈസ് എ മൊണീഷ്യസ് പ്ലാന്റ്. ഡയേഷ്യസ് പ്ലാന്റ്, ഡയേഷ്യസ് എന്ന് പറയുന്നത് യൂണിസെക്ഷൽ. അപ്പോൾ സൈക്കസിനകത്ത് ഒന്നുപോലെ മെയിൽ കോൺ അല്ലെങ്കിൽ ഫീമെയിൽ കോണേ ഉണ്ടാവുള്ളൂ. അതേപോലെ പൈനസ്, ദാറ്റ് ഈസ് എ മൊണീഷ്യസ് പ്ലാന്റ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓർത്തിരുന്നോളാം കേട്ടോ. ഈ പൈനസ് എന്ന് പറയുന്നത് ഒരു മൊണീഷ്യസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ബ്രയോഫൈറ്റിനെയും ടെറിഡോഫൈറ്റിനെയും പോലെയല്ല, അവരുടെ മെയിൽ ഗാമീറ്റോഫൈറ്റും ഫീമെയിൽ ഗാമീറ്റോഫൈറ്റും ഒന്നും ഫ്രീ ലിവിങ് കാണിക്കുന്നതല്ല, ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ് കാണിക്കുന്നതല്ല. അവരെ മേജർ പ്ലാൻ ബോഡി ആയിട്ടുള്ള സ്പോറോഫൈറ്റിൽ തന്നെ ഇരിക്കുകയുള്ളൂ ഇവരുടെ മെയിൽ ഗാമീറ്റോഫൈറ്റും ഫീമെയിൽ ഗാമീറ്റോഫൈറ്റും. ഈ മെയിൽ ഗാമീറ്റോഫൈറ്റും ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് ഇവിടെ പറയുന്നത് ഒന്ന് ആർക്കിഗോണിയ, ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ്, മെയിൽ ഗാമീറ്റോഫൈറ്റ്, പോളൻ ഗ്രെയിൻ ആണ്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ മെച്ചുർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൽ കോണിൽ നിന്ന് പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുകയും ദാറ്റ് വിൽ റീച്ച് ദ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റിലേക്ക് എത്തുകയും ചെയ്യും. അത് മിക്കവാറും ജിംനോസ്പെർമിൻ്റെ കേസിൽ ആനിമോഫിലിക് ടൈപ്പ് ഓഫ് പോളിനേഷനാണ് നടക്കുന്നത്. അതായത് വിൻഡ് വഴി പറന്നിട്ടാണ് ഈ പോളൻ ഗ്രെയിൻസ് ഇവിടെ എത്തുക. അതേപോലെ പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യും. അതായത് സിഫോണോഗ്യാമസ് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് സിഫോണോഗ്യാമി എന്ന് പറയുന്ന പോളൻ ട്യൂബ് വഴി മെയിൽ ഗ്യാമീറ്റ് എൻ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ സിഫോണോഗ്യാമി എന്ന് പറയാം. അപ്പോൾ സിഫോണോഗ്യാമി വഴിയാണ് പോളൻ ഗ്രെയിൻ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റിലേക്ക് എൻ്റർ ചെയ്യുക. ചില കേസസിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ പോളൻ ഗ്രെയിൻ ലിബറേറ്റ് ചെയ്യുന്ന മെച്ചുറായിട്ടല്ല ലിബറേറ്റ് ചെയ്യുക. അങ്ങനത്തെ കേസിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് കാണാം ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന പോളൻ ചേംബറിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇത് കുറേ നേരം റെസ്റ്റ് ചെയ്യുകയും ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അത് മെച്ചുർ ആയതിനു ശേഷം അത് ഫ്യൂഷൻ നടക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്യൂഷൻ നടന്നുണ്ടാകുന്ന സൈഗോട്ട് ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻ ദ ഫോം ഓഫ് എംബ്രിയോ. അത് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ആ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഒവ്യൂളിൻ്റെ ഉള്ളിൽ ഒവ്യൂൾ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? സീഡായിട്ട് ഡെവലപ്പ് ചെയ്യും. അതേപോലെ ആ സീഡിൻ്റെ ഉള്ളിൽ കുറേ കോട്ടിലിഡൻസ് ഉണ്ടാവാം. ആൻജിയോസ്പെർമിനെ പോലെ മോണോകോട്ടിലിഡനോ ഡൈകോട്ടിലിഡനോ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. 2 to 24 കോട്ടിലിഡൻസ് ക്യാൻ ബി പ്രസന്റ് ഇൻ എ സിംഗിൾ സീഡ് ഓഫ് ജിംനോസ്പെർംസ് എന്നാണ് കേട്ടോ. അതേപോലെ തന്നെ പോളിഎംബ്രിയോണി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഉണ്ടാകുന്ന ജിംനോസ്പെർമിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെയാണ്. ഇനി നമ്മൾ ജിംനോസ്പെർമിൻ്റെ വേറൊരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിംനോസ്പെർമിൻ്റെ വുഡ് വന്നിട്ട് ഒന്നുപോലെ മാനോസൈലിക് വുഡ് ആയിരിക്കും, അതല്ലെങ്കിൽ പിക്നോസൈലിക് വുഡ് ആയിരിക്കും. മാനോസൈലിക് വുഡ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വുഡിനെയാണ് നമ്മൾ മാനോസൈലിക് വുഡ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്യാമ്പിയൽ ആക്ടിവിറ്റി വളരെ ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. അതേപോലെ കോർട്ടെക്സും പിത്തും കുറച്ച് ബ്രോഡായിരിക്കും. അതിൻ്റെ റേസ് വന്നിട്ടും പാരൻകൈമാറ്റോസ് റേസ് വന്നിട്ടും ബ്രോഡായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വുഡ് വന്നിട്ട് സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എക്കണോമിക്കലി അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഈ പ്ലാന്റിന് കൊടുക്കാനുണ്ടാവില്ല. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈ സൈക്കസ്. പിക്നോസൈലിക് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പിയൽ ആക്ടിവിറ്റി ലോങ് ലിവ്ഡ് ആയിരിക്കും. കുറേ നാൾ അതിൻ്റെ ക്യാമ്പിയൽ ആക്ടിവിറ്റി നമുക്ക് കാണാൻ കഴിയും. കോർട്ടെക്സും പിത്തും നോർമലി ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും, നാരോ ആയിരിക്കും. അതേപോലെ മെഡുലറി റേസും നാരോ ആയിരിക്കും. അത്ര വലിയ ഒരുപാട് മെഡുലറി റേസ് ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന വുഡ് വളരെ തിക്കായിട്ടുള്ള കട്ടിയുള്ള വുഡായിരിക്കും കാണുക. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ വേറൊരു കാര്യമുണ്ട്, ജിംനോസ്പെർം ആൻജിയോസ്പെർമിനെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരുപാട് സ്ട്രോങ് വുഡായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സൈലം ഫൈബേഴ്സ് ഇല്ല. ആ സൈലം ഫൈബേഴ്സ് ആണ് വുഡിനെ സ്ട്രോങ് ആക്കി മാറ്റുന്നത് കേട്ടോ. ഇനി ജിംനോസ്പെർമിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ പറയാം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, എന്നാലും നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ജിംനോസ്പെർമിനെ മേജറായിട്ട് 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സൈക്കാഡോഫൈറ്റ ആൻഡ് കോണിഫെറോഫൈറ്റ. സൈക്കാഡോഫൈറ്റനെ ഒരു ഓർഡറാണ് സൈക്കാഡെയിൽസ് എന്ന് പറയുന്ന സൈക്കാഡോഫൈറ്റയുടെ ഒരു ഓർഡറാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സൈക്കസ് എന്ന് പറയുന്നത്. ഇവർക്ക് അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കും കേട്ടോ. ഈ സൈക്കസിൽ അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കും. ബൾബിലാണ് അതിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സൈക്കസ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ഫോസിലുമാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ് കോണിഫെറോഫൈറ്റയിൽ വരുന്ന 3 ഓർഡേഴ്സ് ആണ് ഗിങ്കെയിൽസ്, കോണിഫെറൈൽസ് ആൻഡ് നെറ്റെയിൽസ്. ഗിങ്കെയിൽസ് ആൻഡ് നെറ്റെയിൽസ്. ഗിങ്കെയിൽസിൽ കാണുന്നതാണ് ഗിങ്കോ ബൈലോബ എന്ന് പറയുന്ന
പ്ലാന്റ്. ഗിങ്കോ ബൈലോബയുടെ ഒരു വേറൊരു പേരാണ് മെയ്ഡൻ ഹെയർ ട്രീ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയ്ഡൻ ഹെയർ ട്രീ, ദാറ്റ് ഈസ് അനദർ നെയിം ഓഫ് ഗിങ്കോ ബൈലോബ. അതും ഒരു ലിവിങ് ഫോസിൽ തന്നെയാണ് കേട്ടോ. ഇനി കോണിഫറൈൽസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് പൈനസ് ആണ് സാധാരണ ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. പൈനസ് എന്ന് പറയുന്നത് കോണിഫറൈൽസ് എന്ന് പറയുന്ന ഓർഡറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. പൈനസിന് വിങ്ഡ് പോളൻ ഗ്രെയിൻ ഉണ്ട്. അതിന്റെ പോളൻ ഗ്രെയിൻ ഇങ്ങനെയാണ്, വിങ്ഡ് പോളൻ ഗ്രെയിൻ ആണ്. അതുപോലെ വിങ്ഡ് സീഡ്സ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്. അതുപോലെ സൾഫർ ഷവർ എന്ന് പറയുന്ന ഈ പോളൻ ഗ്രെയിൻ വിങ്ഡ് ആയതുകൊണ്ടേ ഇതിന് പോളൻ ഗ്രെയിൻ മെച്ചുറായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാറ്റിൽ കൂടെ പറന്ന് നടക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിന് സൾഫർ ഷവർ എന്ന് പറയുന്നത്. അതുപോലെ അതിനകത്തുനിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മെഡിസിനാണ് ടർപ്പൻറ്റൈൻ എന്ന് പറയുന്നത്, ഓർത്തിരുന്നോളണം. പിന്നെ കോണിഫറൈൽസിന് വേറൊരു എക്സാമ്പിൾ ആണ് സിഡ്രസ്. സിഡ്രസ് എന്ന് പറയുന്ന സിഡ്രസിന്റെ ഒരു എന്താ പറയുക സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് സിഡ്രസ് ഡിയോഡാര. ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ സിഡ്രസ് ഡിയോഡാര ഈസ് ദ സ്പീഷീസ് നെയിം ഓർ ജീനസ് നെയിം അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അത് റെയിൽവേയുടെ ഒക്കെ സ്ലീപ്പിംഗ് ബർത്ത് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സിഡ്രസ് ചെയ്യാറുണ്ട്. അതേപോലെ സീക്കോയിയ എന്ന് പറയുന്ന പ്ലാന്റ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അതായത് റെഡ്വുഡ് ട്രീ, അതാണ് ഏറ്റവും വലിയ ജിംനോസ്പം അല്ലെങ്കിൽ ഏറ്റവും വലിയ ട്രീ എന്ന് പറയാം. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെറ്റെയിൽസ് എന്ന് പറയുന്നത് ദേ ആർ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ജിംനോസ്പം. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജിംനോസ്പം എന്ന് പറയുന്നത് നെറ്റെയിൽസ് ആണ്. നെറ്റെയിൽസിൽ വരുന്ന 2-3 എക്സാമ്പിൾസ് ആണ് നീറ്റം, വെൽവീഷ്യ, എഫീഡ്ര. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ നെറ്റെയിൽസ്. ഈ നെറ്റെയിൽസ് എന്ന് പറയുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറേ ആൻജിയോസ്പേമിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ദേ ഹാവ് വെസൽസ് അവർക്കുണ്ട്. വെസൽസ് ആൻജിയോസ്പേമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെയാണ്. ഇവർക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കും. നമ്മൾ വേറൊരു ജിംനോസ്പേമിലും ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ ഇവിടെ മാത്രം ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കും. സാധാരണ ജിംനോസ്പേമിലൊക്കെ പോളിനേഷൻ നടക്കുന്നത് ആനിമോഫിലിക് പോളിനേഷൻ ആണ്. പക്ഷെ നെറ്റെയിൽസിന്റെ കേസിൽ പോളിനേഷൻ നടക്കുന്നത് എൻഡമോഫിലിക് പോളിനേഷൻ ഇറ്റ് ഒക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് വഴി പോളിനേഷൻ നടക്കുന്നുണ്ട്. ഇനി എഫീഡ്രയെ പറ്റി ഓർത്തിരിക്കാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എഫീഡ്രയിൽ നിന്ന് സാധാരണ മെഡിസിൻ ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. ആ മെഡിസിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ആസ്മയ്ക്കുള്ള മെഡിസിനൊക്കെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ സാധാരണ ജിംനോസ്പേമിനകത്ത് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും രണ്ടും നോൺ മോട്ടൈലാണ്. പക്ഷെ സൈക്കസിന്റെ കേസിൽ പോളൻ ഗ്രെയിൻസ് ഫ്ലാജലേറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് സൂയിഡോഗ്യാമി നടന്നിട്ടാണ് അത് ഫീമെയിൽ ഗ്യാമീറ്റിന്റെ അടുത്തേക്ക് എത്തിച്ചേരുക. ഓക്കെ, അതേപോലെ ചില ഗിങ്കോ ബൈലോബ എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, അതിനകത്ത് മെയിൽ ഗ്യാമീറ്റ് മോട്ടൈലാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ജിംനോസ്പേമിനെ പറ്റിയിട്ട്. ജിംനോസ്പേം പഠിക്കാൻ വളരെ ഈസിയാണ്. അതിന്റെ മൈക്രോസ്പൊറാഞ്ചിയ, മെഗാസ്പൊറാഞ്ചിയ സ്ട്രക്ചർ, മെയിൽ സ്ട്രോബിലി, ഫീമെയിൽ സ്ട്രോബിലി. പോളൻ ഗ്രെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2-3 കൂടുതൽ സെൽസ് ഒക്കെ കാണും സാധാരണ പോളൻ ഗ്രെയിനകത്ത്. അതേപോലെ എന്താണ് ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന ആർക്കിഗോണിയൽ സ്ട്രക്ചറാണ്. അതിന്റെ നമ്മൾ പറയില്ലേ എൻഡോസ്പേം എന്ന് പറയില്ലേ, ആൻജിയോസ്പേമിന്റെ കേസിൽ എൻഡോസ്പേം എന്ന് പറയില്ലേ, ആ എൻഡോസ്പേം വന്നിട്ട് ഇവിടെ ഹാപ്ലോയിഡ് ആണ് കേട്ടോ. എൻഡോസ്പേം എന്ന് പറയുന്നത് എന്താ, സൈഗോട്ടിന് നറിഷ്മെന്റ് കൊടുക്കുന്നതാണ് എൻഡോസ്പേം. അപ്പോൾ ഇവിടെ സൈഗോട്ടിന് നറിഷ്മെന്റ് കൊടുക്കുന്ന ആർക്കിഗോണിയ ഉണ്ടാകുന്ന ഫെർട്ടിലൈസേഷന് മുമ്പാണ്. അത് ആ മെഗാസ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആർക്കിഗോണിയ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഹാപ്ലോയിഡ് എൻഡോസ്പേം ഈസ് പ്രസന്റ് ഇൻ ദ case of gymnosperm. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The endosperm of gymnosperm, that is haploid. Endosperm of angiosperm, it is triploid. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. അതുപോലെ പോളി എംബ്രിയോണി, that is a characteristic feature of gymnosperm. ജിംനോസ്പേമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. പക്ഷെ പോളി എംബ്രിയോണി നമ്മൾ ആൻജിയോസ്പേമിന്റെ കേസിലും കാണുന്നുണ്ട്. ഇവിടെയും പോളിഎംബ്രിയോണി സർവ്വസാധാരണമാണ്. അതേപോലെ സിഫോണോഗ്യാമി എന്ന് പറയുന്നത് പോളിനേഷൻ നടക്കുന്ന പോളൻ ട്യൂബ് വഴി പോളിനേഷൻ നടക്കുന്നതിനെയാണ് സിഫോണോഗ്യാമി എന്ന് പറയുന്നത്. അതും ജിംനോസ്പേമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അതുപോലെ ആൻജിയോസ്പേമിലെല്ലാം സിഫോണോഗ്യാമി തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഗ്രൂപ്പ് ഇറ്റ് ഈസ് ആൻജിയോസ്പേം. ആൻജിയോസ്പേം എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ആൻജിയോസ്പേം എന്ന് പറയുന്നത്. ആൻജിയോസ്പേംസ് സാധാരണ ഹെർബ്സ് ഉണ്ടാവാം, ഷ്രബ്സ് ഉണ്ടാവാം, ട്രീസ് ഉണ്ടാവാം. ആൻജിയോസ്പേംസ് വളരെ ചെറിയ വോൾഫിയ മുതൽ ഏകദേശം 1 millimeter ടോൾ ആയിട്ടുള്ള വോൾഫിയ മുതൽ 100 meters ഹൈറ്റ് ഉള്ള യൂക്കാലിപ്റ്റസ് വരെ ഈ പറയുന്ന ആൻജിയോസ്പേംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്.
അതേപോലെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ റീപ്രൊഡക്ഷൻ വന്നിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും ഒക്കെ നടത്തുന്നത്. അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സാധാരണ കാണുന്നതാണ് ആൻജിയോസ്പേമിലൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ആൻജിയോസ്പേമിൻ്റെ കേസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്ലവേഴ്സ് ആണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ടാവാം. ചില ഫ്ലവേഴ്സ് അതായത് പെർഫെക്റ്റ് ഫ്ലവർ ആണെങ്കിൽ അത് ബൈസെക്ഷൽ ആയിരിക്കും, ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒന്നിൽ തന്നെ കാണും. ഇംപെർഫെക്റ്റ് ഫ്ലവർ ആണെങ്കിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും സെപ്പറേറ്റ് പൂവിലായിരിക്കും കാണുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്ലാന്റിലായിരിക്കും കാണുക. അപ്പോൾ അത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ടെങ്കിൽ ആ പ്ലാന്റിന് നമ്മൾ മൊണീഷ്യസ് പ്ലാന്റ് എന്നും, ഒരു പ്ലാന്റിൽ ഒന്നുപോലെ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യമാണ് ഉള്ളതെങ്കിൽ നമ്മളതിനെ ഡൈഷ്യസ് പ്ലാന്റ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതേപോലെ ഒരു സീഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എത്ര കോട്ടിലിഡൻ ഉണ്ട് എന്നനുസരിച്ച് നമുക്ക് ആൻജിയോസ്പേമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മോണോകോട്ടിലിഡൻസും ഡൈകോട്ടിലിഡൻസും. മോണോകോട്ടിലിഡൻസിൽ ഒരൊറ്റ കോട്ടിലിഡനേ ഉള്ളൂ. പക്ഷേ ഡൈകോട്ടിലിഡൻസിൻ്റെ കേസിൽ രണ്ട് കോട്ടിലിഡൻസ് നമുക്ക് സാധാരണ കാണാൻ കഴിയും. അതേപോലെ ഈ തരത്തിലുള്ള ഈ പ്ലാന്റ്സിൽ ഇതിൻ്റെ മോണോകോട്ടിലിഡൻസിനെയും ഡൈകോട്ടിലിഡൻസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. അതിൻ്റെ സീഡ് മാത്രം കണ്ടിട്ടൊന്നുമല്ല. മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സിൽ സാധാരണ അതിൻ്റെ റൂട്ട് വന്നിട്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഫൈബ്രസ് റൂട്ട് ആയിരിക്കും. ഡൈകോട്ടിലിഡൻസിൻ്റെ കേസിൽ റൂട്ട് വന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അതേപോലെ തന്നെ മോണോകോട്ടിലിഡൻസിൻ്റെ ലീഫ് വന്നിട്ട് ദാറ്റ് വിൽ ഷോ എ കൈൻഡ് ഓഫ് പാരലൽ വീനേഷൻ. ഡൈകോട്ടിലിഡനസ് ലീഫ് വന്നിട്ട് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും കാണിക്കുക. അതേപോലെ അവരുടെ ഫ്ലവേഴ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. മോണോകോട്ടിലിഡൻസിൻ്റെ കേസിൽ ഫ്ലവേഴ്സ് ട്രൈമറസ് ആയിരിക്കും. പക്ഷേ ഡൈകോട്ടിലിഡൻസിൽ അത് ടെട്രാമറസ് അല്ലെങ്കിൽ പെൻറ്റാമറസ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കുറച്ചൊന്ന് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ റീപ്രൊഡക്റ്റീവ് പാർട്ടിനാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റ് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേമൻ. ഈ സ്റ്റേമന് 3 പാർട്ടുണ്ട്. ആന്തറുണ്ട്, ഫിലമെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ബേസൽ പാർട്ടും ഉണ്ട്. ഈ ഫിലമെൻ്റ് ബേസൽ പാർട്ട് അതിന് അറ്റാച്ച് ചെയ്തിട്ട് പൂവിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്ത് നിർത്തുന്നതും, ഫിലമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് പോലത്തെ സ്ട്രക്ചറിൻ്റെ മേലെയാണ് എന്ത് കാണുക, ആന്തർ കാണുക. ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് മൈക്രോസ്പൊറാഞ്ചി ഇരിക്കുന്നത്. മൈക്രോസ്പൊറാഞ്ചിയുടെ ഉള്ളിലാണ് മൈക്രോസ്പോർ മദർ സെൽ ഇരിക്കുന്നത്. മൈക്രോസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് മൈക്രോസ്പോർസ് ഉണ്ടാകുന്നത്. മൈക്രോസ്പോർ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നത്. പോളൻ ഗ്രെയിൻ ഒന്നുപോലെ 2 സെൽഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ 3 സെൽഡ് സ്റ്റേജിലായിരിക്കും ലിബറേറ്റ് ചെയ്യുക. അതിൻ്റെ മെച്യൂർ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും 3 സെൽഡ് സ്റ്റേജ് ആയിരിക്കും. അതിനകത്ത് 2 ജനറേറ്റീവ് സെല്ലും 1 വെജിറ്റേറ്റീവ് സെല്ലും ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അകത്ത് 2 ജനറേറ്റീവ് സെല്ല്, ഒരു ജനറേറ്റീവ് സെല്ല് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും, ഒരു ജനറേറ്റീവ് സെല്ല് പോളാർ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത് കാർപ്പലാണ് കേട്ടോ, കാർപ്പൽ അല്ലെങ്കിൽ പെസ്റ്റ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കാർപ്പലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പോളി കാർപ്പലറി എന്ന് പറയും. ഒറ്റ എണ്ണം ഉള്ളെങ്കിൽ മോണോ കാർപ്പലറി എന്ന് പറയും. ഈ കാർപ്പലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ കാർപ്പലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറിയാണ്. സ്റ്റിഗ്മ എന്ന് പറയുന്ന അതൊരു പോളൻ ഗ്രെയിനിൻ്റെ ലാൻഡിങ് പ്ലാറ്റ്ഫോമാണ്. സ്റ്റൈൽ എന്ന് പറയുന്ന ഫിലമെൻ്റൽ സ്ട്രക്ചറിൽ കൂടെയാണ് പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്യുക. ഓവറി എന്ന് പറയുന്ന ആ ലോക്യൂളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ക്യാവിറ്റിയുടെ ഉള്ളിലാണ് ഒവ്യൂൾ ഇരിക്കുന്നത്. ഒവ്യൂള് ഓവറിയുടെ ഉള്ളിൽ ഒരു കുഷ്യൻ ലൈക്ക് പ്ലാസൻ്റേമയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഒവ്യൂൾ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ കവർ ചെയ്തിട്ട് ഇൻറ്റഗ്മെൻറ്റ്സോ 1 or 2 കാണാം. സാധാരണ അതിൻ്റെ ആൻജിയോസ്പേമിൻ്റെ കേസിൽ 2 ഇൻറ്റഗ്മെൻറ്റ്സ് ആണ് കാണുക, ഔട്ടർ ഇൻറ്റഗ്മെൻറ്റും ഇന്നർ ഇൻറ്റഗ്മെൻറ്റും. അതിൻ്റെ അകത്ത് ഔട്ടർ ഇൻറ്റഗ്മെൻ്റ് ആണ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയ സീഡായിട്ട് മാറിക്കഴിയുമ്പോൾ സീഡിൻ്റെ ഔട്ടർ കോട്ടിംഗ് ടെസ്റ്റി ആയിട്ട് മാറുന്നതും. ഇന്നർ ഇൻറ്റഗ്മെൻ്റ് ആണ് അതിൻ്റെ ടെക്മെൻ, ഇന്നർ സീഡ് കോട്ടായിട്ട് മാറുന്നതും. അതേപോലെ ഒവ്യൂളിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്പെഷ്യൽ സെൽസിന് നമ്മൾ ന്യൂസെല്ലാർ സെൽസ് എന്നാണ് പറയുക. ആ ന്യൂസെല്ലാർ സെൽസിനകത്ത് നിന്ന് ഒരു സെല്ലാണ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് സെലക്ട് ചെയ്യുക. ആ മെഗാസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 മെഗാസ്പോർസ് ആയിട്ട് മാറിയും അതിനകത്ത് സിംഗിൾ മെഗാസ്പോർ വിൽ അണ്ടർഗോ ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് എംബ്രിയോസാക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുക. എംബ്രിയോസാക്ക് നമ്മൾ നോക്കിയാൽ
കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 7-celled 8-nucleate സ്ട്രക്ചർ ആണ്. 7 സെൽസ് ഉണ്ടാവും, 8 ന്യൂക്ലിയസും ഉണ്ടാവും. അപ്പോൾ ആ ഒരു 7 സെൽസ് എന്ന് പറയുന്നത് ഒന്ന് ഒരു കോർണറിൽ, അതായത് മൈക്രോപൈലാർ റീജിയനിലും ഒരെണ്ണം ഒരു സെറ്റ് ആൻറ്റിപോഡൽ റീജിയനിലും, അതിൻ്റെ സെൻറ്ററിൽ 2 ന്യൂക്ലിയസ് ആണ് കാണുക. അപ്പോൾ അതിൻ്റെ അകത്ത് മൈക്രോപൈലാർ റീജിയനിൽ കാണുന്നത് എഗ് അപ്പാരറ്റസും ജലാസൽ റീജിയനിൽ കാണുന്ന ആൻറ്റിപോഡൽ സെൽസുമാണ്. എഗ് അപ്പാരറ്റസിൽ കാണുന്നത് 2 സൈനർജിഡ്സും ഒരു എഗ്ഗുമാണ്. ആൻറ്റിപോഡൽ സെൽസ് എന്ന് പറയുന്നത് നറിഷ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ സെല്ലിൽ കാണുന്ന 2 ന്യൂക്ലിയസ് ആണ്. അത് ഫ്യൂഷൻ നടക്കണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം, എന്നാൽ മാത്രമാണ് അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടൊരു ഡിപ്ലോയിഡ് സെല്ലായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ സെൻട്രൽ സെൽ എന്ന് പറയുന്നത് ലാർജസ്റ്റ് സെല്ലാണ്. ലാർജസ്റ്റ് സെല്ലിൽ ഡൈകാരിയോട്ടിക് ഫേസ് ആണ് നമ്മൾ കാണുക. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ഈ കാണുന്നതാണ്. ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത്, അതായത് ആൻട്രീഷ്യത്തിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേമനിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ പലതരത്തിൽ പോളിനേഷൻ നടക്കാം. പല പോളിനേറ്റിംഗ് ഏജൻസ് വെച്ച് പോളിനേഷൻ നടക്കാം. ഈ പോളിനേഷൻ കൊണ്ട് ഇത് സ്റ്റിഗ്മയിൽ വന്ന് വീഴും. സ്റ്റിഗ്മയുടെ മേലെ അത് പോളൻ ട്യൂബ് ഉണ്ടാക്കി ആ പോളൻ ട്യൂബ് വഴി ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും അതിൻ്റെ എംബ്രിയോസാക്കിലേക്ക് എൻ്റർ ചെയ്യും. എംബ്രിയോസാക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു എഗ്ഗുമായിട്ട് ഒരു ജനറേറ്റീവ് സെല്ലും ഫ്യൂസ് ചെയ്യും. പോളാർ ന്യൂക്ലിയസുമായിട്ട് അടുത്ത ഒരു ജനറേറ്റീവ് സെല്ലും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഗ്ഗും ജനറേറ്റീവ് സെല്ലും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ടും ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ പോളാർ ന്യൂക്ലിയസും ജനറേറ്റീവ് സെല്ലും കൂടെ ഫ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് പറയുക. അതായത് 3 ന്യൂക്ലിയസ് ഒരുമിച്ച് ഫ്യൂസ് ചെയ്യും. അത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറുകയും ചെയ്യും. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് സ്ട്രക്ചറാണ്. ഈ ട്രിപ്ലോയിഡ് സ്ട്രക്ചർ ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് കുറേ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എൻഡോസ്പേം ആയിട്ട് മാറും. ഈ എൻഡോസ്പേം കുറേ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സൈഗോട്ടിൻ്റെ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ കംപ്ലീറ്റ് മെഗാസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഒവ്യൂള് അത് വന്നിട്ട് സീഡായിട്ട് ഡെവലപ്പ് ചെയ്യും. മെഗാസ്പൊറാഞ്ചിയയുടെ ഔട്ടർ ഇൻറ്റഗ്മെൻറ്റ് ടെസ്റ്റ് ആയിട്ട് മാറും, ഇന്നർ ഇൻറ്റഗ്മെൻറ്റ് ടെഗ്മൻ ആയിട്ട് മാറും. ഇവിടെ നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജനറേറ്റീവ് സെല്ല് എഗ്ഗുമായിട്ടും ഒരു ജനറേറ്റീവ് സെല്ല് പോളാർ ന്യൂക്ലിയ ആയിട്ടും ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഡബിൾ ഫെർട്ടിലൈസേഷൻ നമ്മൾ എവിടെ കാണുന്നില്ല? ഇൻ ദ കേസ് ഓഫ് ജിംനോസ്പേം. ജിംനോസ്പേമിന്റെ കേസിൽ നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണാൻ കഴിയില്ല. Then after that we can see the seed, it contain that zygote develop as embryo. It will be developed in the form of a sporophyte plant body. Sporophyte plant body എന്ന് പറയുന്നത് diploid plant body ആയിട്ട് ഡെവലപ്പ് ചെയ്യും. Okay, so this is all about the ലൈഫ് സൈക്കിൾ ഓഫ് ആൻ ആൻജിയോസ്പേം. ഇനി നമ്മൾ പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിൾ പറഞ്ഞപ്പോൾ പല പ്ലാന്റിലും പലതരത്തിലുള്ള ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കണ്ടു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹാപ്ലോണ്ടിക് ടൈപ്പ് ഓഫ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ഒന്ന് ഡിപ്ലോണ്ടിക് ടൈപ്പ് ഓഫ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ഒന്ന് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ടൈപ്പ് ഓഫ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. നമ്മൾ ആകെ 5 ഡിവിഷൻസ് ആ പ്ലാന്റ്സിൽ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ 5 ഡിവിഷൻസിൽ നമ്മൾ ആദ്യം മുതൽ, ഞാൻ ഈ ഒരു ഓർഡറിൽ പറയുന്നില്ല, താലോഫൈറ്റിന്റെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. താലോഫൈറ്റ് എന്ന് പറയുന്നത് ആൽഗയാണ്. ആൽഗയുടെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അവരുടെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് സിംഗിൾ സെല്ലുലാർ സെക്സ് ഓർഗൻ ആണ്. സാധാരണ അവർക്ക് ജാക്കറ്റ് ലെസ് സെക്സ് ഓർഗൻ ആണ് ഉള്ളത്. അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ രണ്ടും മെയിൽ ഗ്യാമീറ്റും ഹാപ്ലോയിഡ് ആയിരിക്കും, ഫീമെയിൽ ഗ്യാമീറ്റും ഹാപ്ലോയിഡ് ആയിരിക്കും. അത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സൈഗോട്ട് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. നമുക്കറിയാം അവിടെ എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നില്ല. സൈഗോട്ട് ഡയറക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നില്ല. സൈഗോട്ട് ഇമ്മീഡിയറ്റ് മിയോട്ടിക് ഡിവിഷനാണ് നടക്കുക. ഇമ്മീഡിയറ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്ന കേസിൽ ഈ സൈഗോട്ട് നേരെ ഹാപ്ലോയിഡ് സ്റ്റേജിലേക്ക് മാറും. എന്ന് പറഞ്ഞ് നമ്മളൊരു ആൽഗേനെ എടുത്ത് നോക്കുമ്പോൾ ആ ആൽഗയുടെ മേജർ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്. അവിടെ സൈഗോട്ട് ഫോം ചെയ്യുന്ന ഒരൊറ്റ സെല്ല് മാത്രമാണ് ഡിപ്ലോയിഡ് ഉള്ളൂ. ഡിപ്ലോയിഡ് സൈഗോട്ട് അവിടെ റിമെയിൻ ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്യുന്നില്ല. അത് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറും. ഹാപ്ലോയിഡ് സ്പോർസ് ഹാപ്ലോയിഡ് താലോഫൈറ്റ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തേ കാണാൻ കഴിയുള്ളൂ? ഹാപ്ലോയിഡ് സ്ട്രക്ചറെ അവർക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിന് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് നമ്മുടെ ആൽഗയുടെ കേസിൽ. എക്ടോകാർപ്പസ്, പോളിസിഫോണിയ, കെൽപ്പ്, ഈ 3 ഗ്രൂപ്പും ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നതാണ്. ഈ 3 ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരുപാട് ഞാൻ പറയുന്നില്ല, അത് എക്സെപ്ഷൻ ആയിട്ട് പഠിച്ചു വെച്ചോളണം. ഫ്യൂക്കസ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ആൽഗയാണ്. ഈ ഫ്യൂക്കസിനകത്ത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് കാണിക്കുന്നത്. അതായത് അവരുടെ മേജർ പ്ലാന്റ് ബോഡി തന്നെ ഡിപ്ലോയിഡ് ആണ്. ഗ്യാമീറ്റ് മാത്രമാണ് ഹാപ്ലോയിഡ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു
ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് പ്ലാന്റ്സ് നമ്മൾ പഠിച്ചത് ബ്രയോഫൈറ്റ് ആണ്. ബ്രയോഫൈറ്റിന്റെ കേസിൽ നമുക്കറിയാം അതിന്റെ മേജർ പ്ലാൻ ബോഡി എന്താണ്? ഗാമീറ്റോഫൈറ്റ് പ്ലാൻ ബോഡിയാണ്, ഹാപ്ലോയിഡ് സ്ട്രക്ചറാണ്. ഈ ഹാപ്ലോയിഡ് സ്ട്രക്ചറിൽ ആന്തരീഡിയം ആർക്കിഗോണിയ ഉണ്ടാവും. ആന്തരീഡിയം വന്നിട്ട് ഹാപ്ലോയിഡ് സ്ട്രക്ചറാണ്, ആർക്കിഗോണിയ ഹാപ്ലോയിഡ് സ്ട്രക്ചറാണ്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. അതുപോലെ ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള ആർക്കിഗോണിയെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ് അതും എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആയിരിക്കും. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്നത് ആർക്കിഗോണിയയുടെ ഉള്ളിലിരുന്നാണ്. ആർക്കിഗോണിയ എവിടെയാണ് കാണുന്നത്? ഫീമെയിൽ പ്രോതാലസിൽ അല്ലെങ്കിൽ പേരന്റൽ പ്ലാൻ ബോഡിയിൽ തന്നെയാണ് കാണുക. അപ്പോൾ അവിടെ ആർക്കിഗോണിയയിൽ ഇരിക്കുന്ന എഗ്ഗുമായിട്ട് മെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ പേരന്റൽ പ്ലാൻ ബോഡിയിലാണ് എന്തുണ്ടാവുക? ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുക. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് എംബ്രിയോ ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം ബ്രയോഫൈറ്റ് മുതൽ എംബ്രിയോ ഉള്ള പ്ലാന്റ്സ് ആണ്. എംബ്രിയോ ലെസ് പ്ലാന്റ്സ് ആർ താലോഫൈറ്റ് അലോൺ. ഓക്കെ, അവിടെ സൈഗോട്ടിക് മിയോസിസ് അല്ല നടക്കുക. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സ്പോറോഫൈറ്റി പ്ലാൻ ബോഡി ഉണ്ടാക്കും. ആ സ്പോറോഫൈറ്റി പ്ലാൻ ബോഡി ഗ്യാമീറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. അവിടെ സ്പോറോഫൈറ്റി പ്ലാൻ ബോഡിയിൽ നമുക്ക് ഫൂട്ട് സീറ്റ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചു അല്ലേ? അതിൻ്റെ അകത്ത് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് സ്പോർ മദർ സെൽസ് ഇരിക്കുന്നതും ആ സ്പോർ മദർ സെൽസ് ആണ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്തായിട്ട് മാറുന്നത്? ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുന്നത്. ഈ ഹാപ്ലോയിഡ് സ്പോർസ് നിലത്ത് വീണിട്ട് അത് വീണ്ടും ഹാപ്ലോയിഡ് ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ബ്രയോഫൈറ്റിന്റെ കേസിൽ അവർ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെ അതെങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിളായിരിക്കും ഫോളോ ചെയ്യുക. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഗോട്ട് ഡിപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും കാണുക. അപ്പോൾ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായിട്ട് ആ ഒരൊറ്റ സെല്ലായിട്ട് റിമെയിൻ ചെയ്യല്ല, അതൊരു സ്ട്രക്ചർ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ വിൽ ബി പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് ബ്രയോഫൈറ്റ്. ഇനി നമ്മൾ ടെറിഡോഫൈറ്റ് നോക്കാം. ടെറിഡോഫൈറ്റിന്റെ കേസിൽ ടെറിഡോഫൈറ്റിന്റെ മേജർ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. നമുക്കറിയാം അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ സ്പൊറാഞ്ചിയ സ്ട്രക്ചറാണ്. ഈ സ്പൊറാഞ്ചിയ സ്ട്രക്ചറിൽ ഇരിക്കുന്ന ഓരോ സെൽസും സ്പോർ മദർ സെല്ലിൽ ഓരോന്നും എന്താണ്? ഡിപ്ലോയിഡ് സെൽസ് ആണ്. ഈ ഡിപ്ലോയിഡ് സെൽസ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഹാപ്ലോയിഡ് സ്പോർസ് എല്ലാം കൊഴിഞ്ഞ് താഴെ വീണ് അത് പ്രോതാലസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് ഹാപ്ലോയിഡ് സ്പോർസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഹാപ്ലോയിഡ് പ്ലാൻ ബോഡിയാണ് അതിനകത്ത് നിന്ന് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ടെറിഡോഫൈറ്റിന്റെ ചുറ്റുമൊക്കെ നിൽക്കുന്ന അതിന്റെ പ്രോതാലസ് ഒക്കെ ഹാപ്ലോയിഡ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലേ? അപ്പോൾ ആ പ്ലാന്റ് അതിന്റെ സെക്ഷുവൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രോതാലസിനെ കാണുമ്പോൾ അറിയാം അതിന് ഡിപ്ലോയിഡ് സ്റ്റേജും ഉണ്ട്, ഹാപ്ലോയിഡ് സ്റ്റേജും ഉണ്ട്. ഹാപ്ലോയിഡ് സ്റ്റേജ് അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് റിമെയിൻ ചെയ്യുന്നത്. അവർക്ക് സ്വന്തം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ അവർക്ക് സ്വന്തമായിട്ട് റൈസോയിഡ് സ്ട്രക്ചർ ഉണ്ട്. പ്രോതാലസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രയോഫൈറ്റിന്റെ ഗ്യാമീറ്റോഫൈറ്റി പ്ലാൻ ബോഡി ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേരില്ല, വേരിന് പകരം അവർക്ക് റൈസോയിഡ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർ ഈ പറയുന്ന വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അവർ വാട്ടറൊക്കെ അബ്സോർബ് ചെയ്തിട്ട് തന്നെയാണ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നത്. അതിനകത്താണ് ആന്തരീഡിയ ആർക്കിഗോണിയ ഉണ്ടാവുക. ഈ ആന്തരീഡിയെന്നും ആർക്കിഗോണിയെന്നും ഉണ്ടാകുന്ന എഗ്ഗും അതുപോലെ തന്നെ മെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അറ്റൈൻ ചെയ്യുന്നവരെ അത് സ്പോറോഫൈറ്റ് ആയിട്ടായിരിക്കും റിമെയിൻ ചെയ്യുക. അത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അഡീഷണൽ പ്ലാന്റിനെ ഉണ്ടാക്കും. അത് അതിൻ്റെ ബോഡിയിൽ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അത് ഹാപ്ലോയിഡ് ആയിരിക്കും, ഗ്യാമീറ്റോഫൈറ്റ് ആയിരിക്കും. സോ ഹിയർ വി ക്യാൻ സേ ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. പക്ഷേ ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നൊരു സ്റ്റേജ് ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ നീറ്റ് എക്സാമിന് ചോദിക്കുമ്പോൾ വിച്ച് ഓർഗാനിസം ഷോ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് ചോദിച്ചിട്ട് ടെറിഡോഫൈറ്റും ബ്രയോഫൈറ്റും രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിന്ന് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ബ്രയോഫൈറ്റും ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ടെറിഡോഫൈറ്റും വന്ന് ഓർത്തിരുന്നോളണം കേട്ടോ. ഇനി അടുത്ത ഗ്രൂപ്പ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ജിംനോസ്പെർമോ ആൻജിയോസ്പെർമോ ആണ്. അത് രണ്ടും ഞാൻ ഒരുമിച്ച് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജിംനോസ്പെർമും ആൻജിയോസ്പെർമും രണ്ടും സ്പോറോഫൈറ്റി പ്ലാൻ ബോഡി ഉള്ളതാണ്. അതിൻ്റെ ഗ്യാമീറ്റോഫൈറ്റ് ഒരിക്കലും ഫ്രീ ലിവിംഗ് ആയിട്ട് കാണാറില്ല. ഈ ജിംനോസ്പെർമിന്റെ കേസിൽ മൈക്രോസ്പൊറാഞ്ചിയും മെഗാസ്പൊറാഞ്ചിയാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻജിയോസ്പെർമിന്റെ കേസിൽ ഫ്ലവേഴ്സ് ആണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ജിംനോസ്പെർമിന്റെ കേസിൽ
മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന സാധനം, മെയിൽ ഗ്യാമീറ്റോഫൈറ്റും ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റും മാത്രമാണ് ഹാപ്ലോയിഡ് സ്ട്രക്ചറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് ആൻജിയോസ്പേമിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് മാത്രമാണ് ഹാപ്ലോയിഡ് സ്ട്രക്ചറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആ ഗ്യാമീറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത, അതായത് പോളൻ ഗ്രെയിനും ആർക്കിഗോണിയ ഇൻ ദ കേസ് ഓഫ് ജിംനോസ്പേം, ആൻജിയോസ്പേമിന്റെ കേസിൽ പോളൻ ഗ്രെയിനും എംബ്രിയോസാക്കും പ്രൊഡ്യൂസ് ചെയ്ത, ഇതൊന്നും നമുക്ക് കാണാൻ കിട്ടുന്ന സാധനമല്ല. ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ അത് ഉണ്ടാവുമ്പോൾ തന്നെ അത് ലിബറേറ്റ് ചെയ്ത് പുറത്ത് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്ലാന്റിൽ പിന്നെ നമുക്ക് കാണാൻ കിട്ടുക എന്ന് പറയുന്നത് മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ്സിനെയാണ്. അതെങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ് സ്ട്രക്ചർ ആയിരിക്കും. കാരണം എന്താ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് അത് എംബ്രിയോ ആയിട്ട് മാറുന്നതും. ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ അത് ഡിപ്ലോണ്ടിക്, അതായത് ഡിപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും കാണിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗ്യാമീറ്റിനെ കാണാൻ കിട്ടാത്തത് കൊണ്ട്, അത് അതിന്റെ പ്ലാന്റ് ബോഡിയിൽ അധികം സമയം റിമെയിൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പറയാം അതിന്റെ മേജർ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ജിംനോസ്പേമിന്റെയും ആൻജിയോസ്പേമിന്റെയും കേസിൽ നമ്മൾ കാണാൻ കിട്ടുന്നത് അതിന്റെ സീഡ്സ് ആണ് അവസാനം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട്. ബാക്കി എല്ലാ സ്ട്രക്ചറും മൈന്യൂട്ട് സ്ട്രക്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റ് ഫ്രീ ലിവിങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറിനെ നമുക്ക് കിട്ടുമൊന്നുമില്ല. ഗ്യാമീറ്റോഫൈറ്റും ഫ്രീ ലിവിംഗ് ഒന്നുമല്ല. അത് പുറത്തേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ലൈഫ് സ്പാനൊക്കെ ഉണ്ട്. അതായത് പോളൻ ഗ്രെയിനൊക്കെ പുറത്തേക്ക് പറന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ലൈഫ് സ്പാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനത്തെ കേസ് നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മേജർ പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആണ്, ഗ്യാമീറ്റ് മാത്രമാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ളൂ. അതും നമ്മുടെ പ്ലാന്റിൽ ഒരുപാട് സമയം റിമെയിൻ ചെയ്യുന്നില്ല. ലിബറേറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നാൽ തന്നെ ഒരുപാട് സമയം അത് പുറത്തും നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദേ ആർ ഷോയിങ് ദ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റ്സ് ജിംനോസ്പേമും ആൻജിയോസ്പേമും. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റ്സ് താലോഫൈറ്റ്. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റ്സ് ആണ് ബ്രയോഫൈറ്റ്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ.